ചേട്ടാ തുടങ്ങാമോ? ഓക്കെ. അപ്പോ ഞാനൊരു അമിത മദ്യപാനിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ നിന്ന് സംബന്ധിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഹായ് ഷിബു. ഹായ് ഹായ് ഇവിടെ ഹായ് ശിവ ചേട്ടാ. ഭയങ്കര മഞ്ഞൊക്കെയാണ്, സ്നോ ആയിരുന്നു. ഇവർ ഡ്യൂട്ടി സ്ഥലത്ത് എത്താൻ തന്നെ കുറെ താമസിച്ച്. നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഇവിടെ വർക്ക് ചെയ്യണോണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ വന്ന് കയറി ഒന്ന് റെഡി ആയുള്ളൂ. എന്നാലും നമ്മള് ഹൗ ഇറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ഇൻ ടു ആക്ഷൻ, പ്രവൃത്തി പദത്തിലേക്ക് എന്നതാണ് ഇൻ ടു ആക്ഷൻ. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് വെച്ചാൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു. ഈ രണ്ട് ചാപ്റ്ററുകളും എങ്ങനെയാണ് ബിൽഡബിൾ എഴുതിയത്, എന്താണ് അതിന്റെ ഉദ്ദേശം, ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ എന്തൊക്കെയാണൊക്കെയാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അപ്പൊ ഇനി മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ 3 ഇൻഗ്രീഡിയൻസ്, അതായത് കറേജ്, പിന്നെ ഹോണസ്റ്റി, പിന്നെ ഒരു ഗോഡ്, അല്ലെ ഏതെങ്കിലും തരത്തിലൊരു ഗോഡ് നമുക്ക് ഉണ്ടാവണം. കംപ്ലീറ്റ്ലി സറണ്ടർ ഹിംസെൽഫ് ടു ഗോഡ്, അതാണ് എസെൻഷ്യൽ എലമെന്റ് എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത്. കാരണം എന്താണ്? അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു ഡെഫിനിഷനും പറഞ്ഞു. റിമെമ്പർ ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത് ആൽക്കഹോൾ, കണ്ണിങ്, ബഫിളിംഗ്, പവർഫുൾ. വളരെയധികം കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുടിലമായ, ഭയങ്കരമായിട്ട് വഞ്ചിക്കുന്ന, സൂത്രശാലിയായ, ചതിയനായ എന്നുള്ള അർത്ഥത്തിലാണ് ഈ കണ്ണിങ് എന്ന് പറയുന്നത്. ബഫിളിംഗ് എന്ന് പറഞ്ഞാല് അത് ഒരു നമ്മളിതുപോലെ തന്നെ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ അന്താളിപ്പിക്കുന്ന, ഒരു കുഴയ്ക്കുന്ന, നമ്മൾ മദ്യത്തിന് മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് ചിന്താഗതികളെയൊക്കെ ഒരു കുഴയ്ക്കുന്ന രീതിയിലാക്കും. അതിനാണ് ബഫിളിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ പവർഫുൾ നമുക്കറിയാം, ശക്തി, ഭയങ്കര ഊർജ്ജമുള്ള, കരുത്തുള്ള ഒരു സാധനമാണ്, ബലിഷ്ഠമായ ഒരു സാധനമാണ് മദ്യം. അതാണ് ബിൽഡബ്ല്യു ഹൗ ഇറ്റ് വർക്ക്സിൽ ഇതിന്റെ ഒരു ഡെഫിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഇതൊരു സ്പീക്കർ മീറ്റിംഗ് പോലെയല്ല. നമ്മളൊരു ചരിത്ര പുസ്തകത്തെ, അതിനെ ഇംഗ്ലീഷിലുള്ള ചരിത്ര പുസ്തകത്തെ നമ്മൾ മലയാളീകരിക്കുകയും എന്നെയൊക്കെ അറിയാവുന്ന രീതിയിൽ അതിനെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യണത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ കോർട്ടസി അല്ലെങ്കിൽ ഇതിന് കടപ്പാട്, അദ്ദേഹത്തിന്റെ പേര് വില്യം എച്ച് ഷേബർഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വർഷങ്ങളായിട്ടുള്ള ഒരു ഡോക്യുമെന്റുകൾ വെച്ചും തെളിവുകൾ ശേഖരിച്ചും ആണ് റൈറ്റിംഗ് ദ ബിഗ് ബുക്ക്, ദ ക്രിയേഷൻ ഓഫ് എ എന്ന് പറയുന്ന ഈ പുസ്തകം, ഈ ചരിത്ര പുസ്തകം ഇറക്കിയത്. എന്തുകൊണ്ട് നമ്മൾ ചരിത്രം പഠിക്കണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് പോകേണ്ടത്, എന്താണ് ഈ പ്രോഗ്രാം ലോകം മുഴുവൻ എങ്ങനെയാണ് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ദ സ്റ്റെപ്സ് ആർ ദ സൊല്യൂഷൻ. ഹാവിംഗ് ഔട്ട്ലൈൻഡ് ദ 3 requirements necessary for success, which at last presents the details of the solution. അപ്പം ഈ പറയുന്ന 3 റിക്വയർമെന്റുകൾ സക്സസിന് വേണ്ടിയിട്ട് പറഞ്ഞതിന് ശേഷം ബില്ല് ഈ സൊല്യൂഷന്റെ, പരിഹാരത്തിന്റെ ഒരു ഡീറ്റെയിൽ വേർഷനിലേക്ക് പോവാണ്. പ്രോമിസ്ഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ബില്ലിന്റെ കഥ. ഡോക്ടർ അഭിപ്രായം കഴിഞ്ഞിട്ട് ബില്ലിന്റെ കഥയിൽ അദ്ദേഹം നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബുക്ക് അധ്യായമുണ്ട്. അതിനകത്ത് നമുക്ക് പറയുന്ന പരിഹാരത്തെ ഡീറ്റെയിൽ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ ചെയ്യുക. അപ്പം promised the first chapter of the book, and while doing so he transitions. ഇപ്പൊ ഒരു അതായത് നിലവില് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മദ്യാസക്തൻ, തുടർച്ചയായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മദ്യാസക്തനെ ഒരു മാറ്റമോ ഒരു പരിവർത്തനമോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥിതിയിൽ നിന്നുള്ള ഒരു സ്ഥിതി മാറ്റം ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷനാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. ഫ്രം ദ വെരി ഡയറക്റ്റീവ്. അതായത് ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ വളരെ നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ മാർഗദർശനങ്ങള് എന്നൊക്കെ ഉള്ള ഒരു ഡയറക്റ്റീവ് എന്ന് പറയുന്നത്, സജസ്റ്റീവും ഡയറക്റ്റീവും എന്ന് നമുക്കറിയാം. കാരണം വളരെയധികം നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഈ രീതിയിലാണ് use statements that have so far dominated the opening of this chapter to the more embed and accessible we love
ലാംഗ്വേജ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ 12 സ്റ്റെപ്സ്. അതായത് ആൽക്കോളിസിനമസിന്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം ആദ്യകാലത്ത് മൾട്ടിലിപ്ത് കോപ്പി അടിക്കുമ്പോൾ യൂസ് സ്റ്റേറ്റ്മെന്റുകളാണ് വെച്ചത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പൊ അതൊരു ഡയറക്റ്റീവ് ആണ്, നിർദ്ദേശങ്ങളാണ്. ചില ഉത്തരവുകൾ പോലെയോ ആജ്ഞകൾ പോലെയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. അതുമല്ല അതൊരു ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രാധാന്യം, ഒരു ആധിപത്യം മറ്റൊരാളിൽ സാധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്താനൊക്കെയാണ് സഹായിച്ചത്. അപ്പോൾ ദ ഓപ്പണിംഗ് ഇൻ ദ ടെമ്പിൾ വി ലാംഗ്വേജ്. സോ അതെന്താണ് ചെയ്തത്? യു എന്ന് പറയുന്നത് നേരെ വി ലാംഗ്വേജിലേക്ക്, അതായത് നമ്മൾ, ഞങ്ങൾ, നമ്മൾ ഇത് ചെയ്തിരിക്കണം ആ രീതിയിൽ. ഇപ്പൊ നമുക്ക് സ്റ്റെപ്സിലൊക്കെ നമുക്ക് കാണാം വി അഡ്മിറ്റഡ് എന്നാണ്. വി അഡ്മിറ്റഡ് വി ആർ പവർലെസ് ഓവർ ആൽക്കഹോൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ യു എന്നുള്ള വാക്ക് വി എന്ന വാക്കിലേക്ക് അവര് ലാംഗ്വേജ് തിരിച്ചു വിട്ടു. അടുത്ത ഭാഗത്തേക്ക് പോവാം. നൗ വി തിങ്ക് യു ക്യാൻ ടേക്ക് ഇറ്റ്. അപ്പൊ ആ ബുക്കിൽ നമുക്ക് ഇവിടെ അധ്യായം 5 അപ്പൊ അത് പറയാം. ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. ഹിയർ ആർ ദ സ്റ്റെപ്സ് വി ടുക്ക്. ഇതാണ് താഴെ പറയുന്നതാണ് ഞങ്ങൾ ചെയ്ത സ്റ്റെപ്പുകൾ. വിച്ച് ആർ സജസ്റ്റഡ് ആസ് യുവർ പ്രോഗ്രാം ഓഫ് റിക്കവറി. ഇതൊരു പ്രോഗ്രാം ഓഫ് റിക്കവറി ആണ്. അപ്പൊ ഒന്ന്, സജസ്റ്റഡ് ആസ് യുവർ പ്രോഗ്രാം ഓഫ് റിക്കവറി, നിങ്ങളുടെ മോചനത്തിന്റെ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പടികൾ താഴെ പറയുന്നവയാണ്. അപ്പൊ ഒന്ന് എന്താണ്? അപ്പൊ ഈ മൾട്ടിലിപ്പ് ഇപ്പോഴത്തെ സ്റ്റെപ്സുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന്, അഡ്മിറ്റഡ്, അതായത് നമ്മൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രവേശനം അനുവദിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. എന്താണ്? വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ. അതായത് ഞങ്ങൾ ത്രാണിയില്ലാത്ത, ശക്തിയില്ലാത്ത, ഒരു കഴിവോ കാര്യങ്ങളോ ഇല്ലാത്ത, അല്ലെങ്കിൽ അപ്രാപ്തിയായിട്ടുള്ള ഒരാളാണ്. എന്തിനകത്ത്? ഓവർ ആൽക്കഹോൾ, മദ്യത്തിനു മേൽ. ദാറ്റ് അവർ ലൈഫ്സ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് അൺമാനേജബിൾ ആയിട്ട്, അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് പോയത്. അപ്പൊ പവർലെസ് എന്ന വാക്കാണ് അവിടെ. വി വെയർ പവർലെസ്, ഞങ്ങൾ. യു വെയർ പവർലെസ് എന്നല്ല അവിടെ കൊടുക്കുന്നത്, വി വെയർ പവർലെസ് എന്നാക്കി. അപ്പൊ നമ്മൾ ഈ വിയുടെ സ്ഥാനത്ത് ശരിക്കും പണ്ടൊക്കെ ഞാൻ ഈ സ്പോൺസർ ഒക്കെ വരുമ്പോൾ എന്റെ സ്പോൺസറൊക്കെ പറയും വിയുടെ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ പേര് എഴുതിക്കണം. അപ്പൊ അഡ്മിറ്റഡ് ഷിബു വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ, ദാറ്റ് ഷിബു ലൈഫ്സ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. അപ്പൊ അത് അതിന്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഒരു ത്രാണിയില്ലാത്ത ആളാണ് നമ്മൾ സമ്മതിക്കുകയും ശക്തിയില്ലാത്ത ഒരാളാണെന്ന് ഒന്നാമത്തെ പടി സമ്മതിച്ചു. അപ്പൊ രണ്ടാമത്തെ പടി എന്താണ്? കെയിം ടു ബിലീവ്, അതായത് ഒരു വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ബോധ്യം വരുന്ന, അല്ലെങ്കിൽ ഒരു അംഗീകരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു കെയിം ടു ബിലീവ് ആണ്. അപ്പൊ നമ്മളൊരു സത്യമെന്ന് കരുതുന്ന ഒരു കാര്യത്തിലേക്ക്, ഒരു മുഖവിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. എന്താണ്? കെയിം ടു ബിലീവ്. ബിലീവ് എന്നുള്ളത് ഏതെങ്കിലും കാര്യം വിശ്വസിക്കുക, ബോധ്യം വരിക, കൈക്കൊള്ളുക, അംഗീകരിക്കുക, സത്യമെന്ന് കരുതുക, മുഖവിലക്കെടുക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് ബിലീവ് എന്ന് വെക്കുന്നത്. അപ്പൊ ബിലീവ് എന്താണ്? ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് കുഡ് റീസ്റ്റോർ അസ് ടു സാനിറ്റി. എന്താണ് സാനിറ്റി? അതായത് നമ്മളെക്കാൾ വലിയൊരു ശക്തി നമ്മളെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ് ഈ പവർ ഗ്രേറ്റർ അവർ സെൽസ് ഒക്കെ ഹാങ്പിയുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിന് മേൽ ബിൽഡബ്ല്യൂ വഴങ്ങി കൊടുത്താണ്. അല്ല, അതുവരെയും അവിടെ ഗോഡാണ് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെക്കാൾ ഒരു ഉന്നത ശക്തി നമുക്ക് സാനിറ്റിയിലേക്ക് എത്തിക്കും. സാനിറ്റി എന്താണ്? സുബോധം, അല്ലെങ്കിൽ സുബുദ്ധി, ഒരു വിവേകം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കോമൺ സെൻസ്, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി എന്നോ ബുദ്ധിശക്തി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇൻസാനിറ്റി എന്ന് പറയുന്ന അബോധം അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇൻസാനിറ്റി എന്ന് പറയുന്നത്. സാനിറ്റി എന്ന് പറയുമ്പോൾ വിവേകത്തിലൂടെ, സാമാന്യ ബുദ്ധിയോടെ, ഒരു ബുദ്ധിശക്തിയോട് കൂടി നമ്മളെ റീസ്റ്റോർ ചെയ്യണം. അപ്പൊ വീണ്ടും കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ റിക്കവറിയിലേക്ക് കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ കാര്യമാണ് മെയ്ഡ് എ ഡിസിഷൻ. അപ്പൊ ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. അല്ലെങ്കിൽ മെയ്ഡ് എ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു നിർണായകമായ തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് ആ നിർണായകമായ തീരുമാനം? ടു ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈഫ്സ് ഓവർ ടു ദ കെയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. അവർ വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് വിൽ. അല്ലെങ്കിൽ അത് മാത്രമാണ് ഞാൻ അന്ന് നിശ്ചയിച്ചുറച്ച പോലെ ഞാൻ ചെയ്യും, അത് മാത്രമാണ് എൻ്റെ ഹിതം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ ഇച്ഛ. അതിനെയാണ്
നമ്മൾ വില്ലെന്ന് പറയുന്നത്. വില്ലെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് ടു ടേൺ അവർ വിൽ. അപ്പൊ എന്റെ ഇച്ഛയെ ടേൺ തിരിച്ചു വിടുകയാണ്. എന്നുകൂടാണ് തിരിച്ചു വിടുന്നത്? ആൻഡ് അവർ ലൈവ്സ്. ലൈവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപജീവനെന്നോ എന്നൊക്കെ പറയാം. അപ്പൊ അതിജീവിക്കുക എന്നോ എന്തെങ്കിലും പറയാം. അപ്പൊ ലൈവ്സ് അപ്പൊ എന്തൊക്കെയാണ്? എന്റെ മനസ്സും എന്റെ ജീവിതം, അല്ലെങ്കിൽ എന്റെ ചിന്ത. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന വില്ലെന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത എനിക്കുണ്ട്, എനിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്, എനിക്ക് തീർച്ചപ്പെടുത്തിയ, എനിക്ക് എന്റേതെന്ന് നല്ലതെന്ന് കരുതുന്ന തീർച്ചപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് ഓവർ ടു ദ കെയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. അതായത് തിരിച്ചുവിടുകയാണ് ദൈവത്തിന്റെ ശ്രദ്ധയ്ക്കും, കെയർ, അതുപോലെ തന്നെ ഡയറക്ഷൻ ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം. അപ്പൊ ഗോഡ് എന്ന് അപ്പൊ ഈ ജി വേർഡുകൾ ഒരുപാട് നമുക്ക് ഉപയോഗിക്കാം. ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നോ എന്ത് രീതിയിലും, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിൽ ആ ഗോഡ് വേർഡ് ഉപയോഗിക്കാം. നമ്മുടെ പ്രപഞ്ചത്തെ ഗോഡായിട്ട് കണക്കാക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ അത് കണക്കാക്കാം. നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ പടി മേഡ് എ സെർച്ചിങ്. അതായത് ഞാനൊരു കണ്ടുപിടിക്കാൻ തുടങ്ങി. ആൻഡ് ഫിയർലെസ്, ഭയമില്ലാതെ, മോറൽ ഇൻവെന്ററി ഓഫ് അവർ സെൽസ്. അവർ സെൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ ഭയവും ഭയം കൂടാതെയും വളരെയധികം തുറന്ന് രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്തു. മോറൽ ഇൻവെന്ററി ഓഫ് അവർ സെൽസ്, ധാർമ്മിക നിലവാരം പുനഃപരിശോധിച്ചു. അതാണ് നാലാം പടി. നമുക്കറിയാം, നാലാം പടി അറിയാവുന്നതാണ്. അപ്പം അഞ്ചാം പടിയിൽ എന്താണ്? അഞ്ചാം പടി അഡ്മിറ്റഡ് ടു ഗോഡ്, ദൈവത്തോടും ടു അവർ സെൽസ് ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ് ദ എക്സാക്ട് നേച്ചർ ഓഫ് അവർ റോങ്സ്. അതായത് നമ്മുടെ തെറ്റുകളെ പറ്റി തുറന്ന് പറയാണ്, റോങ്സുകൾ. ഇവിടെ ആദ്യത്തെ ഇതില് നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ആദ്യത്തേല് ഒരു കാര്യം മോറൽ ഇൻവെന്ററി എന്ന് പറയുന്നുണ്ട് അല്ലെ. എക്സാക്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എക്സാക്ട് നേച്ചർ ഓഫ് അവർ റോങ്സ്. എന്താണ് എക്സാക്ട് നേച്ചർ? മേഡ് എ സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി ഓഫ് അവർ സെൽസ്. അടുത്തതിലാണ് റോങ്സ്. അഡ്മിറ്റഡ് ഗോഡ് ടു അവർ സെൽഫ് ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ് ദ എക്സാക്ട് നേച്ചർ ഓഫ് അവർ റോങ്സ്. അപ്പൊ എക്സാക്ട് നേച്ചർ എന്ന് വെച്ചാല് കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയാണ്. അതിസൂക്ഷ്മതയോടെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചുകൊണ്ട് നമ്മൾ ആ തെറ്റുകൾ എക്സാക്ട് നേച്ചറിൽ തന്നെ നമ്മുടെ തെറ്റുകൾ പറയുകയാണ്. റോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിശകുകള്, നമ്മൾ ഉചിതമല്ലാതെ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അനുചിതമായി പ്രവർത്തിച്ചത്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തത്, അപരാധം ചെയ്തത്, അല്ലെങ്കിൽ ഒരു ദുരാചാരം, അല്ലെങ്കിൽ അബദ്ധമായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് റോങ്സ് എന്ന് വാക്കുകൊണ്ട് ഉപയോഗിക്കുക. അപ്പൊ ഭയം കൂടാതെ നമ്മൾ ഇതെല്ലാം പരിശോധിക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റൊരാളോടും ദൈവത്തോടും നമ്മളിത് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അഞ്ചാം പടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ബിൽ ഡബ്ല്യു ബിഗ് ബുക്കിന്റെ ജനനത്തിന്, അല്ലെങ്കിൽ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഡിസംബർ മാസങ്ങളിൽ നടത്തിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത ആറ് എൻറ്റയർലി വി ആർ എൻറ്റയർലി വില്ലിംഗ് ദാറ്റ് ഗോഡ് റിമൂവ് ഓൾ ദിസ് ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. എൻറ്റയർലി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട്, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ തയ്യാറായി. നേച്ചർ എന്നുള്ള വാക്ക് ആദ്യം പറഞ്ഞ ആ നേച്ചർ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തിനെയോ ധർമ്മത്തിനെയൊക്കെ ഉദ്ദേശിക്കുന്നതാണ് നേച്ചർ. അപ്പൊ ഈ പറയുന്ന വേർ എൻറ്റയർലി വില്ലിംഗ് ടു ഗോഡ് റിമൂവ് ഓൾ ദ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. എൻറ്റയർലി വെച്ചാൽ പൂർണ്ണമായിട്ടും, കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് നമ്മളത് പരിശോധിച്ചു എന്നുള്ളതാണ്. വില്ലിംഗ് ദാറ്റ് ഗോഡ് റിമൂവ് ഓൾ ദ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ, അതായത് നമ്മുടെ ഈ പറയുന്ന ക്യാരക്ടറെ റിമൂവ് ചെയ്യാനായിട്ട് ദൈവം ഇതോടെ വില്ലിംഗ് ദാറ്റ് ഗോഡ് റിമൂവ്, അതായത് ദൈവത്തോട് നമ്മൾ തയ്യാറായി, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാണ് നമ്മുടെ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടർ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് നമ്മൾ തയ്യാറായി എന്നുള്ളതാണ്. ഏഴാമത്തെയോ ആറാമത്തെ പടി വി എൻറ്റയർലി വില്ലിംഗ് ദാറ്റ് ഗോഡ് റിമൂവ് ഓൾ ദിസ് ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. അപ്പൊ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ദൈവം പൂർണ്ണമായിട്ടും മാറ്റുമെന്ന് നമ്മൾ വില്ലിംഗ്, അതായത് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സുള്ളവരാകുക, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുക, അല്ലാതെ ഒരു മടിയും കൂടാതെ
കൊടുക്കുക, ഒരു വൈമുഖ്യമില്ലാതെ കൊടുക്കുക. ഈ വാക്കുകളൊക്കെയാണ് നമുക്ക് അവിടെ സൂട്ടബിൾ ആയിട്ട് ചെയ്യുന്നത്. അടുത്തത് 7ാമത്തെ പടി, ഹംബ്ലി ഓൺ യുവർ നീസ്, അതായത് മുട്ടുമേൽ നിന്നുകൊണ്ട് ആസ്ക് ഹിം ടു റിമൂവ് അവർ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ഹോൾഡിംഗ് ദാറ്റ് തിങ് ടു ബാക്ക്. അപ്പോൾ ഷോർട്ട് കമ്മിങ്സ്, നീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുട്ടുമേൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹംബ്ലി, താഴ്മയോടെ അല്ലെങ്കിൽ സവിനയം, എളിമയോടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമ്മുടെ ഷോർട്ട് കമ്മിങ്സുകൾ, നമ്മുടെ ന്യൂനതകൾ, വൈകല്യങ്ങൾ, നമുക്കുള്ള കുറവുകൾ, ഈ ഹോൾഡിംഗ് നത്തിങ് ബാക്ക് എന്നുണ്ട് ഇവിടെ പറയുമ്പോൾ. നമുക്കിത് പുതിയ പടികളിൽ അല്ലെങ്കിൽ പിന്നീട് BW എഴുതിയ ഭാഗത്ത് അതില്ല. പക്ഷെ ഇവിടെ ഹോൾഡിംഗ് നത്തിങ് ബാക്ക്, 2 വാക്കുകളാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നീസ്, അതായത് നമ്മുടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഒന്നും പിടിച്ചു വെക്കാതെ, എന്ന് വെച്ചാൽ കരുതുക, താലോലിക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെക്കുക, കൈവശം വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹോൾഡിംഗ്. ഒന്നും കൈവശം വെക്കാണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആസ്ക്ഡ് ഹിം എന്നാണ്, അതായത് അവനോട് പറഞ്ഞു. അല്ലെങ്കിൽ ആസ്ക്ഡ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കുന്ന വെച്ചാൽ പ്രാർത്ഥിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത 8, മേഡ് എ ലിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺസ് വി ഹാഡ് ഹാംഡ്. എല്ലാവരുടെയും ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി, അതായത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള, അന്യായം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളാൽ വ്രണപ്പെട്ട മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് നമുക്ക് നമ്മൾ ഓൾറെഡി ഇല്ലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് 4ാം പടി ചെയ്യുമ്പോൾ. ആൻഡ് ബിക്കം വില്ലിംഗ് ടു മേക്ക് കംപ്ലീറ്റ് അമൻസ് ടു ദം ഓൾ. അവരോട് നമ്മൾ അമൻസ് ചെയ്യാനായിട്ട്, ഒരു നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട്, ഒരു പ്രതിഫലം കൊടുക്കാനായിട്ട്, ഒരു പകരം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായി എന്നുള്ളതാണ് 8ാമത്തെ പടി. വില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുള്ളവരാകുക, തയ്യാറുള്ളവരാകുക, ഒരുക്കമുള്ളവരാകുക, അതായത് അമൻസ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് അമൻസ് എന്നാണ്, അത് പൂർണ്ണമായിട്ട് തികഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ നല്ല വെടിപ്പായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂർണ്ണമായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അമൻസിനെയാണ് നമ്മൾ 8ാം പടിയിൽ പറയുന്നത്. അപ്പൊ 9ാമത്തെ പടിയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും മേഡ് ഡയറക്റ്റ് അമൻസ്. അമൻസ് നമുക്ക് പറയാം, നഷ്ടപരിഹാരം കൊടുക്കാന്നോ, പ്രതിഫലം കൊടുക്കാന്നോ, കുറച്ച് കേട് തീർക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് അമൻസ്, അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുക എന്നൊക്കെ നമുക്ക്. മേഡ് ഡയറക്റ്റ് അമൻസ് എന്ന് വെച്ചാൽ നേരിട്ടുള്ള ഇത്തരം അമൻസുകൾ എവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അനുരഞ്ജനം ടു സച്ച് പീപ്പിൾ വേർ എവർ പോസിബിൾ. വെന്നെവർ പോസിബിൾ എന്നല്ല, വേറെവർ, എപ്പോൾ സാധ്യമാണ് അപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് വേറെവർ പോസിബിൾ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വെന്നെവർ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി, വെന്നെവർ എന്നല്ല, വേറെവർ പോസിബിൾ, എപ്പോഴൊക്കെ സാധ്യമാണ്, ഏത് സമയത്തും, അല്ലെങ്കിൽ നിരന്തരമായിട്ട്, തുടർച്ചയായിട്ട്, സ്ഥിരമായിട്ട് നമ്മൾ എത്രമാത്രം അമൻസ് ചെയ്യണോ അത്രമാത്രം നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വേറെവർ ഉപയോഗിക്കുന്നത്. പോസിബിൾ, വേറെവർ പോസിബിൾ എന്നുള്ള വാക്ക് സാധ്യമായിട്ടുള്ള, അല്ലെങ്കിൽ സംഭവ്യമായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള പോസിബിലിറ്റി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുക. എക്സെപ്റ്റ് വെൻ ടു ഡു സോ വുഡ് ഇൻജോർ ദം ഓർ അതേഴ്സ്. മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാതെ, അതായത് അവർക്ക് എന്തെങ്കിലും നമ്മൾ പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ അവരെയോ മറ്റുള്ളവരെയോ ദ്രോഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പരിക്ക് പറ്റുന്ന രീതിയിലാകരുതെന്ന്. 10ാമത്തെ പടിയാണ് കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് വെൻ വി ആർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ്. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഒരു ഇൻവെന്ററി നമ്മൾ കണ്ടിന്യൂഡ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. ആൻഡ് വെൻ വി വർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ്. പ്രോംപ്റ്റ്ലി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് കൃത്യസമയത്താണ്, വേഗത്തിൽ, അതേ താമസം വിന എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ഒട്ടും വൈകാതെ തന്നെ നമ്മൾ മനസ്സിലായി ഈ പറയുന്ന കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ധാർമ്മിക നിലവാരം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അഡ്മിറ്റഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സമ്മതിക്കുക, കുറ്റം സമ്മതിക്കുക, ഏറ്റുപറയുക. അപ്പോൾ ഈ ആൽക്കഹോളിസം അനോണിമസിലെ ഒരു ജീവിത യാത്രയിൽ തെറ്റുകൾ പറ്റില്ല എന്നല്ല, പറ്റിയാൽ അപ്പോൾ തന്നെ നമ്മൾ അതിനെ ഏറ്റുപറയുകയും സ്വയം കുറ്റം സമ്മതിക്കുകയും അല്ലെങ്കിൽ കുമ്പസാരിക്കുകയും ചെയ്യുന്ന ഒരു, കുമ്പസാരിക്കുക എന്ന് വെച്ചാൽ മതപരമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അത് ഏറ്റുപറയുക അല്ലെങ്കിൽ സോറി പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് 11, sought through prayer and meditation to improve our contact with God, praying only for knowledge or His will for us and the power to carry that out. എന്ന് വെച്ചാൽ ഈ sought through prayer, sought എന്ന് വെച്ചാൽ
നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ സോട്ട് എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം തന്നെ സൂചനാപരം എന്നാണ്. അപ്പൊ പ്രയറിലൂടെയും മെഡിറ്റേഷനിലൂടെയും ടു ഇംപ്രൂവ് ചെയ്യണം. അപ്പം പലപ്പോഴും നമുക്കറിയാം സ്ലിപ്പ് പറ്റുന്നപ്പോഴാണ് അവർക്ക് ഈ ഇമ്പ്രൂവ്മെന്റ് സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു വികസനം, ആത്മീയതയിലുള്ള ഒരു വികസനം സാധ്യമാകാത്തപ്പോഴാണ്, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ 17ാമത്തെ വർഷത്തിലേക്ക് കിടക്കും. അപ്പൊ ഞാനും വിചാരിക്കുകയാണ് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇന്ന് അതിന്റെ ആത്മീയ സ്ഥിതി പരിശോധിക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് ആ ഒരു വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പ്രയർ ആൻഡ് മെഡിറ്റേഷൻ, പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ടു ഇംപ്രൂവ് അവർ കോണ്ടാക്ട് വിത്ത് ഗോഡ്, ദൈവത്തിലേക്കുള്ള ശക്തി എന്ന് വെച്ചാൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശക്തി. പ്രേയിങ് ഓൺലി ഫോർ നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അറിവ് കിട്ടണം, നമുക്കൊരു ജ്ഞാനം വേണം, അല്ലെങ്കിൽ ഒരു വിവരം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മബോധമെന്നോ ആത്മജ്ഞാനമെന്നോ നമുക്ക് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ, തുമ്പുകൾ നമ്മൾ പറയില്ലേ, തുമ്പ് കിട്ടുക എന്ന് പറയില്ല, അതുപോലത്തേക്കുള്ള ഒരു വാക്കായിട്ടാണ് നോളജ് ഉപയോഗിക്കുക. ഓഫ് ഹിസ് വിൽ. ഇപ്പൊ നമ്മൾ 2ാം പടിയിൽ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ പടിയിൽ നമ്മൾ പറയുന്നുണ്ട് എന്റെ വില്ല് ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വിട്ടുന്നത്. അപ്പൊ 11ാം പടിയിൽ നമ്മൾ കാണുവാണ് ഹിസ് വിൽ. ഓഫ് എന്ത് നോളജ് ആണ്? ഹിസ് വിൽ. എന്താണ് അവന്റെ ആഗ്രഹം, എന്താണ് അവന്റെ താല്പര്യം, എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു വില്ല് അതാണ്. അപ്പൊ ദൈവത്തിന്റെ മനസ്സ് പിന്നെ സ്വീകരിക്കുക, ഒരു വൈമുഖ്യം കൂടാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ 11ാമത്തെ പടി. ഹിസ് വിൽ ഫോർ അസ് ആൻഡ് ദ പവർ ടു ക്യാരി ദാറ്റ് ഔട്ട്. ആ പവർ, ആ ശക്തി, നമ്മൾ കഴിവ് അല്ലെങ്കിൽ ആ അധികാരം നമ്മൾ പുറകിലോ ക്യാരി ദാറ്റ് ഔട്ട്, പുറമേലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. 12ാമത്തെ പടിയിൽ എന്താ പറയാ? ഹാവിങ് ഹാർഡ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഓഫ് ദ റിസൾട്ട് ഓഫ് ദിസ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കോഴ്സ് ഓഫ് ആക്ഷൻ ഒരു കോഴ്സാണ്. 11 പടികൾ അടങ്ങിയ ഒരു കോഴ്സ് പൂർത്തീകരിക്കുമ്പോഴാണ്, ആ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊരു കിട്ടുന്നത്? ഹാവിങ് കാർഡ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, നമുക്കൊരു ആത്മീയ അനുഭവം. അല്ലെങ്കിൽ പിന്നീട് BW ആത്മീയ ഉണർവിനെ പറ്റിയും പറയുന്നുണ്ട്. നമുക്കറിയാം, ആത്മീയതയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. റെവല്യൂഷണറി ചേഞ്ച്, വിപ്ലവകരമായ ചേഞ്ച്, മാനർ ഓഫ് ലിവിങ്, ഒരു പ്രത്യേക ജീവിത രീതി, പിന്നെ പേഴ്സണാലിറ്റി ചേഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകൾ, 10-12 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മീയതയെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചപ്പാടെന്നുള്ള അല്ലെങ്കിൽ അനുബന്ധത്തില് പറയുന്നത്. അപ്പൊ ഈ ഒരു റെവല്യൂഷണറി ചേഞ്ച് അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് അയാൾ തയ്യാറാവുമ്പോഴാണ് വി ട്രൈഡ് ടു ക്യാരി ദിസ് മെസ്സേജ് ടു അതേഴ്സ്. അതിനുശേഷമാണ് അദ്ദേഹം അല്ലെങ്കിൽ അംഗം മറ്റുള്ള ആളുകൾക്ക് ഈ പറയുന്ന മെസ്സേജ് കൊടുക്കാൻ പോകുന്നത്, എസ്പെഷ്യലി ആൽക്കഹോളിക്സ്. അപ്പൊ ഈ ഒരു വാക്കുകൂടി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. മൾട്ടിലിത്ത് കോപ്പിയില്, ആദ്യത്തെ കോപ്പിയില് എസ്പെഷ്യലി ആൽക്കഹോളിക്സ് എന്നിട്ട് മറ്റുള്ളവർക്കില്ല, മദ്യാസക്തരായവർക്ക് മാത്രം. ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾസ് ഇൻ ഓൾ അവർ അഫയേഴ്സ്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ എല്ലാവിധ നമ്മുടെ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യണമെന്നും കൂടി പറഞ്ഞതിന് ശേഷം ഈ ലിസ്റ്റ് നമ്മൾ വായിച്ചു. അപ്പൊ ചരിത്രകാരൻ പിന്നെ പറയാണ്, ഓൺ ഫസ്റ്റ് റീഡിങ് സച്ച് എ ലിസ്റ്റ് വുഡ് അപ്പിയർ ഓവർവെൽമിംഗ് ടു എനിവൺ ട്രൈങ് ടു ഗെറ്റ് സോബർ. അതായത് ആദ്യമേ ഈ 12 പടികളുടെ ഒരു ലിസ്റ്റ് കാണുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ഒരു പേടിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ഇതിങ്ങനെ സോബർ ആകാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്യണമെന്നുള്ളത്. ദ റീഡർ വാസ് ഓൾമോസ്റ്റ് സർട്ടൻലി ഹോപ്പിംഗ് ഫോർ ആൻ ഐസിയർ. കാരണം വായിക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത്? വളരെ എളുപ്പമുള്ള, സോഫ്റ്റ്, വളരെ മൃദുവായിട്ടുള്ള സെറ്റ് ഓഫ് ഡയറക്ഷൻ, ഒരു നിർദ്ദേശങ്ങളാണ് വേണ്ടത്. ആൻഡ് വിൽസൺ ഇമ്മീഡിയറ്റ്ലി അക്നോളജ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വിൽസൺ അധ്യായം 5 ഹൗ ഇറ്റ് വർക്സില് ഉടനെ തന്നെ ഇങ്ങനെ പറയാൻ തയ്യാറായത്. യു മേ എക്സ്ക്ലെയിം വാട്ട് ആൻ ഓർഡർ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, വാട്ട് ആൻ ഓർഡർ, എന്തൊരു ഓർഡറാണിത്, ഐ കാൺ ഗോ ത്രൂ വിത്ത് ഇറ്റ്, എനിക്ക് ഇതിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾ പേടിക്കരുത്. നോ വൺ അമോങ് അസ്, നമ്മളിൽ ആരും ഹാസ് ബീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ എനിത്തിങ് ലൈക്ക് പെർഫെക്റ്റ് അഡ്ഹറൻസ് ടു ദിസ് പ്രിൻസിപ്പിൾസ്. അതായത് ഇത് പൂർണ്ണമായും ഇതിനൊപ്പം നിന്ന അല്ലെങ്കിൽ പാലിച്ചിട്ടുള്ള സോറി അപ്പൊ അവർ പറയാം, നോ വൺ എമോങ് അസ് ബീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ എനിത്തിങ് ലൈക്ക് പെർഫെക്റ്റ് അഡ്ഹറൻസ് ടു ദിസ് പ്രിൻസിപ്പിൾസ്. അതായത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഈ പ്രിൻസിപ്പിൾ പാലിച്ചിട്ടുള്ള ആരും
നമ്മുടെ കയ്യിലില്ല. വി ആർ നോട്ട് സെയിൻസ്. നമ്മൾ സെയിന്റ് അല്ല, വിശുദ്ധരല്ല. ദ പോയിന്റ് ഈസ് ദാറ്റ് വി ആർ വില്ലിംഗ് ടു ഗ്രോ എലോങ് വിത്ത് സ്പിരിച്വൽ ലൈൻസ്. അതായത് ആത്മീയ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ അങ്ങ് പോവാണ്, വളരുകയാണ്. വി ആർ നോട്ട് സെയിൻസ്, നമ്മൾ വിശുദ്ധരല്ല. ദ പോയിന്റ് ഈസ് ദാറ്റ് വി ആർ വില്ലിംഗ് ടു ഗ്രോ എലോങ് സ്പിരിച്വൽ ലൈൻസ്. ആത്മീയ പാതയിലൂടെ, ഒരു ആത്മീയ ലൈനിലൂടെ നമ്മൾ പോവാണ്. ദ പ്രിൻസിപ്പിൾ വി ഹാവ് സെറ്റ് ഡൗൺ ആർ ഗൈഡ്സ് ടു പ്രോഗ്രസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് തന്നേക്കണെയാണ്. അപ്പോ ഗൈഡ് ടു പ്രോഗ്രസ്. അപ്പൊ വികസനത്തിന് വേണ്ടി പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഒരു വികസനം, അല്ലെങ്കിൽ ഒരു വളർച്ച, അല്ലെങ്കിൽ പോകെ ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെയാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്, പുരോഗതി എന്നുള്ള രീതിയിൽ. വി ക്ലെയിം സ്പിരിച്വൽ പ്രോഗ്രസ് റാദർ ദാൻ സ്പിരിച്വൽ പെർഫെക്ഷൻ. അതായത് ഒരു ആത്മീയ പുരോഗതിയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. വി ക്ലെയിം, ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അർത്ഥമാക്കുന്നത് പറയുന്ന ഒരു ആത്മീയ പുരോഗതിയെ കുറിച്ചാണ്, അല്ലാണ്ട് ആത്മീയമായിട്ടുള്ളൊരു പെർഫെക്ഷനെ കുറിച്ചല്ല. ഓൾവേസ് ദ പ്രാഗ്മാറ്റിസ്റ്റ് എന്ന് വെച്ചാൽ പ്രായോഗികവാദി, അല്ലെങ്കിൽ പ്രായോഗികവാദി ഫോക്കസ്ഡ് ഓൺ ആക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ റിസൾട്ട്സ്. അപ്പൊ ഒരു പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരാള് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഇതിന്റെ പ്രവൃത്തികളെയും ഇതിന്റെ പരിശീലിക്കുമ്പോഴുണ്ടാകുന്ന റിസൾട്ടിനെയും കുറിച്ചാണ്. ബിൽ ഇമ്മീഡിയറ്റ്ലി ഫോളോസ് ദിസ് ഫസ്റ്റ് presentation of the program of recovery by underlining the fact that the 12 steps are meant to be gates for an ongoing process of spiritual progress rather than a way of arriving at a place of unattainable perfection. അതായത് ഇപ്പൊ ഈ പ്രായോഗികവാദികളായിട്ടുള്ള ആളുകൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ജോലി സ്ഥലത്തായതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് കട്ടായി പോണേ. ദ പ്രിൻസിപ്പിൾ വി ഹാവ് സെറ്റ് ഡൗൺ ആർ ഗൈഡ്സ് ടു പ്രോഗ്രസ്. അതായത് ഈ പ്രിൻസിപ്പിൾ എല്ലാം നമുക്ക് നൽകുന്നത് പുരോഗതിയുടെ ഒരു പാതയിലേക്ക് വേണ്ടിയിട്ടാണ്. വി ക്ലെയിം സ്പിരിച്വൽ പെർഫെക്ഷൻ. അതായത് നമ്മൾ സ്പിരിച്വൽ പെർഫെക്ഷനെ പറ്റിയല്ല പറയുന്നത്, അത് നമ്മൾ വായിച്ചല്ലോ അല്ലെ, സോറി. അപ്പൊ പ്രായോഗികവാദികൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിസൾട്ട്സിനെ പറ്റിയാണ് ചിന്തിക്കുക. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണം. Bill immediately follows the first presentation of the program of recovery by underlying the fact that the 12 steps are meant to be gates. അതായത് ഇവിടെ അധ്യായം 5 ബില്ല് ഇത് ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാ. അണ്ടർലൈൻ, അതിനകത്ത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിവരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഇത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഗൈഡുകളാണ്. ഗൈഡ് എന്ന് വെച്ചാൽ നിർദ്ദേശം, നിങ്ങൾക്ക് പാലിക്കണം. അതായത് നിർദ്ദേശം നമുക്കറിയാം, നമുക്ക് പാലിക്കണമെങ്കിൽ പാലിച്ചാൽ മതി, വേണമെങ്കിൽ വേണ്ട, ആ രീതിയിലുള്ള ഗൈഡുകളാണ്. ഫോർ ആൻ ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് സ്പിരിച്വൽ പ്രോഗ്രസ്. അപ്പോൾ സ്പിരിച്വൽ പ്രോഗ്രസ് കിട്ടണമെങ്കിൽ നമ്മൾ പാലിച്ചിരിക്കണം. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അതിന് നമുക്ക് എന്താണ് കിട്ടുക? ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച. റാദർ ദാൻ എ വേ ഓഫ് അറൈവിംഗ് അറ്റ് എ പ്ലേസ് ഓഫ് അൺഅറ്റൈനബിൾ പെർഫെക്ഷൻ. അതായത് പെർഫെക്ഷൻ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഏതോ ഒരിക്കലും അൺഅറ്റൈനബിൾ പെർഫെക്ഷൻ, ഒരിക്കലും കിട്ടാത്ത ഒരു പെർഫെക്ഷനിലേക്ക് അങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുവരാനല്ല, അങ്ങനത്തെ ഒരു പ്ലേസിലേക്കല്ല നമ്മളെ ബിൽ ഡബ്ല്യു ഇപ്പൊ പ്രോഗ്രാം വഴി, അല്ലെങ്കിൽ 12 പടികളുടെ വിവരണം വഴി നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. വിൽസൺ ദെൻ മൂവ്സ് ഓൺ ടു പോയിന്റ്. അപ്പൊ വിൽസൺ പിന്നീട് ആ പോയിന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഔട്ട് ദ ഫസ്റ്റ് 4 chapters ഓഫ് ദ ബുക്ക് ഹാവ് ഓൾറെഡി പ്രസന്റഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓൺ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഹി നീറ്റ്ലി സമ്മറൈസ് ദ 3 salient points. അതായത് ബിൽ വിൽസൺ ആദ്യത്തെ 4 ചാപ്റ്ററുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മദ്യാസക്തിയെക്കുറിച്ചും മദ്യാസക്തി കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ബില്ലിന്റെ കഥയിലും അങ്ങനെയുള്ള ബില്ലിന്റെ കഥ ഉണ്ട്. പിന്നെ അതുകൂടാതെ ആദ്യത്തെ 3-4 ചാപ്റ്ററുകൾ മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ 5 അധ്യായങ്ങൾക്കും 5-ാമത്തെ അധ്യായത്തിന് മുമ്പുള്ള 4 അധ്യായങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് വി അഗ്നോസ്റ്റിക്സ്. ഇതിനകത്തൊക്കെ ഇദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ബിൽ വിൽസൺ എടുക്കുന്ന ഒരു കൺക്ലൂഷനാണ് എന്താണ് 3 salient points, മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ് ആണ് അദ്ദേഹം പറയുന്നത്.
അതെന്താണെന്ന് നമുക്ക് വായിക്കാം. അവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക്, ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വിവരണം, അല്ലെങ്കിൽ അതിനെ ഒരു വിവരിച്ച് പറയുകയാണെങ്കിൽ, there is a solution and more about alcoholism. അതായത് ഒരു പരിഹാരമുണ്ട്, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് ദ ചാപ്റ്റർ ടു ദി അഗ്നോസ്റ്റിക്സ്, അഗ്നോസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലും പറയുന്നുണ്ട്. ആൻഡ് ദ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിൽ സ്റ്റോറി. അതായത് പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ബില്ലിന്റെ കഥ ആണ്. പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിക്കുന്നത്. ഹാവ് ബീൻ ഡിസൈൻഡ് ടു സെൽ യു 3 പെർട്ടിനന്റ് ഐഡിയാസ്. അതായത് ഒരു മുഖ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള 3 ഐഡിയ ആണ് അദ്ദേഹം പറയുന്നത്. ഈ അഡ്വഞ്ചേഴ്സ് പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് വെച്ചാൽ അപകട സാധ്യത അല്ലെങ്കിൽ സാഹസികത. നമുക്കറിയാം, കുടിക്കുന്നതിന് മുമ്പും കുടിച്ചതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിൽ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നത് കുടിക്കുന്നതിന് മുമ്പ് അതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചെന്നാണ് ബില്ലിന്റെ കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലരും, അപ്പൊ നമുക്കിവിടെ ആ ഒരു കണ്ടിക നമുക്കറിയാം, ABCയുടെ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫിനെ പറ്റിയാണ് പറയാ. അവർ ഡിസ്ക്രിപ്ഷൻ, നമ്മളുടെ ഈ മദ്യാസക്തിയെ കുറിച്ചുള്ള വിവരണം എവിടെയാ പറയുന്നത്? there is a solution more about alcoholism. അപ്പൊ നമുക്ക് കൃത്യം മനസ്സിലാക്കണം, ഒരു പരിഹാരമുണ്ട്, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. ഇത് രണ്ടിലുമാണ് ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. നമുക്കറിയാം, മോർ അബൌട്ട് ആൽക്കഹോളിസത്തിൽ ഈ ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റിയും എങ്ങനെയാണ് അത് ഒഴിവായി നിൽക്കേണ്ടതിനെ പറ്റിയൊക്കെയാണ് മോർ അബൌട്ട് ആൽക്കഹോളിസത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഒരാൾ സ്ലിപ്പ് ആകാനുള്ള എല്ലാ സാധ്യതകളെയും കുറിച്ചും കുറെ ഉദാഹരണ സഹിതമാണ് മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. മറ്റതെന്താണ്? there is a solution, ഒരു പരിഹാരമുണ്ടില് കൂടുതൽ കാര്യങ്ങൾ മദ്യാസക്തിയെ പറ്റിയും മദ്യപാനത്തെ പറ്റിയും അത് പറയുന്നുണ്ട്. നമ്മളതൊക്കെ ഒരുപാട് കാലം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ദ ചാപ്റ്റർ ടു ദി അഗ്നോസ്റ്റിക്സ് എന്ന് വെച്ചാൽ അഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അഞ്ചയവാദി, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ആള് എന്ന രീതിയിലാണ് ആ ചാപ്റ്റർ. ആൻഡ് അവർ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ്. പിന്നീട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിൽ സ്റ്റോറിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഹാവ് ബീൻ ഡിസൈൻഡ് ടു സെൽ യു 3 പെർട്ടിനന്റ് ഐഡിയാസ്. ഇവിടെ ഈ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ചില പഴമക്കാർ പറയാറുണ്ട്, നമ്മുടെ ഈ ബില്ലിന്റെ കഥ കൂടാതെ നമ്മുടെ ബിഗ് ബുക്കിന്റെ അവസാനമുള്ള 1042 കഥകളുണ്ട്, പേഴ്സണൽ കഥകൾ, അതും കൂടി ആയിരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ചരിത്രകാരൻ പറയുന്നത് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഒന്ന് ആൽക്കഹോളിക്കിനെ കുറിച്ചാണ്. അത് there is a solution more about alcoholism. അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് അഗ്നോസ്റ്റിക് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത് ബില്ലിന്റെ കഥയാണ് എന്നുള്ളതാണ്. ഹാവ് ബീൻ ഡിസൈൻഡ് ടു സെൽ യു പെർട്ടിനന്റ്. എന്താ 3 ഐഡിയ ആണ് കൊടുക്കുക. 3 ഐഡിയ എന്തൊക്കെയാണ്? ഒന്ന്, ദാറ്റ് യു ആർ ആൽക്കഹോളിക് ആൻഡ് കനോട്ട് മാനേജ് യുവർ ഓൺ ലൈഫ്. നിങ്ങൾ മദ്യാസക്തരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബി, ദാറ്റ് പ്രോബബ്ലി നോ ഹ്യൂമൻ പവർ ക്യാൻ റിലീവ് യുവർ ആൽക്കഹോളിസം. അതായത് ഒരു ഹ്യൂമൻ പവറിന്, ഒരു മനുഷ്യ ശക്തിക്കും നമ്മളെ നമ്മളെ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് ആൽക്കഹോളിസം സാധിക്കില്ല. മൂന്നാമത്തെ എന്ത് കാര്യമാണ്? ദാറ്റ് ഗോഡ് ക്യാൻ ആൻഡ് വിൽ. അപ്പൊ ദൈവത്തിന് അത് സാധിക്കുകയും കഴിയുകയും ചെയ്യുമെന്നാണ്. ഹൗ ഓവർ, അങ്ങനെയാവണമെങ്കിൽ, ഇഫ് ദിസ് പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ് ഹാസ് നോട്ട് പെർസ്യൂഡ് യു ഓഫ് യുവർ ഓൺ പവർലെസ്നെസ് ഓവർ ആൽക്കഹോൾ. അപ്പം ബിൽ വിൽസന്റെ ഈ ഒരു പ്രസന്റേഷൻ, ബുക്കിലെ ഈ ഒരു പ്രസന്റേഷൻ നമ്മളെ ഒരു ഫാക്ടിലേക്ക് എത്തിച്ചേരുകയാണ്. എന്താണ്? നമ്മളെ അങ്ങോട്ടേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഓഫ് യുവർ ഓൺ പവർലെസ്നെസ് ഓവർ ആൽക്കഹോൾ. അതായത് നമ്മുടെ പവർലെസ്നെസ്, നമ്മുടെ ശക്തിഹീനത, മദ്യത്തിന് മേലുള്ള ശക്തിഹീനതയും, ആൻഡ് ഓഫ് ദ നീഡ് ടു അപ്പീൽ ടു ഗോഡ് ഫോർ എ സൊല്യൂഷൻ. അതായത് ദൈവത്തിലേക്ക് ഒരു പരാതി അല്ലെങ്കിൽ അപ്പീൽ ചെയ്യുക എന്നതാണ് ഈ ഒരു സൊല്യൂഷന് വേണ്ടി, ഒരു പരിഹാരത്തിന് വേണ്ടി. ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ് ഓൺ ദിസ് വൈറ്റൽ ഇഷ്യൂസ്, അതായത് വളരെ സുപ്രധാനപ്പെട്ട ഒരു ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾക്കും ഇനിയും മനസ്സിലായില്ലെങ്കിൽ, ദെൻ യു ഹാവ് കംപ്ലീറ്റ്ലി മിസ്ഡ് ദ പോയിന്റ് ഓഫ്. അപ്പൊ നമുക്ക് അത് ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞു, ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ്, നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിൽ, ഈ വൈറ്റൽ സുപ്രധാനമായിട്ടുള്ള ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി, ദെൻ യു ഹാവ് കംപ്ലീറ്റ്ലി മിസ്ഡ് ദ പോയിന്റ് ഓഫ് വാട്ട് ഹാവ് ബീൻ റിട്ടൺ സോ ഫാർ. ആൻഡ് അപ്പൊ ഇവിടെ ഈ അധ്യായം 5 ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വായനക്കാരനാണ്, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ, ചരിത്രകാരൻ പറയാണ്
മിസ്ഡ് ദ പോയിന്റ് ഓഫ് വാട്ട് ഹാവ് ബീൻ റിട്ടൺ സോ ഫാർ. ഇപ്പൊ ഇതുവരെയും നമ്മൾ എന്താണ് എഴുതി വെച്ചിരിക്കണേന്ന് നമുക്ക് ആൻഡ് ഇഫ് ദാറ്റ് ഇൻ ദ കേസ്, അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ യു ഓർ ടു റീഡ് ദ ബുക്ക് ടു ദ പോയിന്റ് ഓർ എൽസ് ത്രോ ഇറ്റ് അവേ. അപ്പൊ നിങ്ങൾ റീഡ് ചെയ്യണം. യു ഓട്ട് ടു റീഡ് ദ ബുക്ക് ടു ദ പോയിന്റ് ഓർ എൽസ് ത്രോ ഇറ്റ് അവേ. മൾട്ടിലിത്ത് കോപ്പിയില് അദ്ദേഹം എഴുതിയേക്കണ ഭാഗമാണ് ഈ പറയുന്നത്. അദ്ദേഹം പറയാണ് ഇത് പിന്നീട് നമുക്ക് ഇതൊക്കെ പുതിയ ബിഗ് ബുക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ബിഗ് ബുക്കിൽ അതില്ല. ആദ്യത്തെ കോപ്പിയിലുള്ള കാര്യമാണ്. ആദ്യം ഇദ്ദേഹം പ്രിന്റിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് വായനക്കായിട്ട് പറയുന്നത് ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ് ഓൺ ദ വൈറ്റൽ ഇഷ്യൂ, ഇത് നിങ്ങൾക്ക് ഈ സുപ്രധാനമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി, then you have completely missed the point of what we have been written so far, and നമ്മൾ ഇതുവരെയും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായത് ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, അങ്ങനെയാണെങ്കിൽ യു ടു റീഡ് ദ ബുക്ക്, നിങ്ങൾ ഈ ബുക്ക് വീണ്ടും വായിക്കണം ടു ദിസ് പോയിന്റ് ഓർ എൽസ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർ എൽസ് ത്രോ ഇറ്റ് അവേ, നിങ്ങൾ ഇതെടുത്ത് കളയുക അല്ലെങ്കിൽ എറിഞ്ഞു കളയുക. വെരി ഡയറക്റ്റീവ് അല്ലെ, വളരെ നേരിട്ടുള്ളൊരു നിർദ്ദേശമാണ്. ആൻഡ് ടഫ് ലവ്, അതായത് ടഫ് ലവ് പോലെയാണ്, കടുപ്പമേറിയിട്ടുള്ള ഒരു സ്നേഹത്തിലൂടെയാണ് ത്രോ ഇറ്റ് അവേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു എറിഞ്ഞു കളയുക എന്നുള്ള രീതിയിൽ ഒരു ടഫ് ലവ്, ഒരു കടുപ്പമേറിയിട്ടുള്ള ഒരു സ്നേഹത്തിലൂടെയാണ് അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗോഡ് ഈസ് ദ ഡയറക്ടർ. അപ്പൊ ദൈവമാണ് ഡയറക്ടർ. ഹൗവർ, എന്നിരുന്നാലും ഇഫ് യു ആർ കൺവിൻസ്ഡ് ഓഫ് ദിസ് 3 പെർട്ടിനന്റ് ഐഡിയാസ്, അതായത് ഈ 3 പെർട്ടിനന്റ് ഐഡിയാസ് മനസ്സിലായി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് ഓൾറെഡി അക്സെപ്റ്റഡ് സ്റ്റെപ്സ് 1 and 2, അതായത് നിങ്ങൾ ഈ സ്റ്റെപ്സുകൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പടികൾ നിങ്ങൾ അംഗീകരിച്ച് ഇരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, അതായത് എന്താണ്, ദാറ്റ് യു ആർ ആൽക്കഹോളിക് ആൻഡ് കനോട്ട് മാനേജ് യുവർ ഓൺ ലൈഫ്, നിങ്ങൾ മദ്യാസക്തിയുള്ളവനാണ്, നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ, പ്രോബബ്ലി നോ ഹ്യൂമൻ പവർ ക്യാൻ റിലീവ് യുവർ ആൽക്കഹോളിസം, മദ്യാസക്തി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് ഒരു മനുഷ്യശക്തി കൊണ്ട് കഴിയില്ല. ദാറ്റ് ഗോഡ് ക്യാൻ ആൻഡ് വിൽ, ദൈവത്തിന് കഴിയുകയും അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ആശയം നിങ്ങൾക്ക് കേട്ടില്ല. ഇഫ് യു ആർ ഓൾറെഡി അക്സെപ്റ്റ് സ്റ്റെപ്പ് 1, യു ആർ നോട്ട് എ സ്റ്റെപ്പ് 3, യു ആർ നൗ അറ്റ് എ സ്റ്റെപ്പ് 3. അപ്പൊ ഈ 3 ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല്, സ്റ്റെപ്പ് 1ഉം 2ഉം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്താണ് അടുത്തത്, സ്റ്റെപ്പ് 3യിൽ എത്തിക്കഴിഞ്ഞു. വിത്ത് ദോസ് വേർഡ്സ് വിൽ ബിഗിൻസ് ഹിസ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ഓഫ് റിക്കവറി. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ബാക്കിയുള്ള ഈ പ്രോഗ്രാം ഓഫ് റിക്കവറിയുടെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ബിൽഡബ്ല്യൂ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റെപ്പ് 3. അദ്ദേഹം സ്റ്റെപ്പ് 3യുടെ ഒരു എക്സ്പ്ലനേഷൻ വഴിയാണ് അദ്ദേഹം അത് ആദ്യം തുടങ്ങുന്നത്. നമുക്കറിയാം ആ 3 പടികൾ, 3 പ്രഗ്നന്റ് ഐഡിയാസ് ABC എന്നുള്ളത് എല്ലാവരും വായിച്ചിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന ഭാഗമാണ് ജസ്റ്റ് വാട്ട് ഡിഡ് വി മീൻ, എന്താണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. ഹി സേസ്, അയാൾ പറയുന്നു, വെൻ വി ടോൾഡ് യു ടു ടേൺ യുവർ ലൈഫ്, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ടേൺ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം തിരിച്ചുവിടുക, ആൻഡ് യുവർ വിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഓവർ ടു ദ കെയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗോഡ്, അപ്പൊ ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ ഇതിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയാണ് ശ്രദ്ധയും, കെയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശ്രദ്ധയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായിട്ട്. ജസ്റ്റ് വാട്ട് ഡിഡ് വി ഡു, ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ടു അക്കംപ്ലിഷ് ദിസ് അവർ സെൽസ്, ഇത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ തന്നെയാണ് പൂർത്തീകരിച്ച് ചെയ്യുന്നത്. ദ ഫസ്റ്റ് തിങ്സ് ദ റീഡർ നീഡ്സ് ടു റിയലൈസ്, അതായത് വായനക്കാരൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഹി സേസ് ഈസ് ദാറ്റ് എനി ലൈഫ് റൺ ഓൺ സെൽഫ് വിൽ ക്യാൻ ഹാർഡ്ലി ബി എ സക്സസ്. അതായത് ഏത് ജീവിതമായിക്കോട്ടെ, അദ്ദേഹം ഈ പറയുന്ന സെൽഫ് വില്ലില്, അവനവന്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും അവനവന്റെ സ്വാർത്ഥതയ്ക്കും അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ക്യാൻ ഹാർഡ്ലി ബി എ സക്സസ്, വിജയത്തിലെത്താനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ആൻഡ് ദാറ്റ്, അങ്ങനെയാണെങ്കിൽ ദ വെരി ഹാർട്ട് ഓഫ് ദ ആൽക്കഹോളിക്സ് പ്രോബ്ലംസ്, അതായത് ആൽക്കഹോളിക്കിന്റെ പ്രോബ്ലംസിന്റെ ഹൃദയഭാഗം എന്താണ്, ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിസ് സെൽഫിഷ് വിൽഫുൾനെസ്, അതായത് സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ആൽക്കഹോളിക്സിന്റെ പ്രോബ്ലത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. മദ്യാസക്തരായിട്ടുള്ള ഒരാളുടെ പ്രശ്നത്തിന്റെ ഹൃദയം എന്താണ്, വെരി ഹാർട്ട് എന്താണ്, അവൻ എപ്പോഴും അവന്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും അവന്റെ ചിന്തകളും അവന് തോന്നുന്ന കാര്യങ്ങള് അവന്റെ രീതിയിൽ ആ വിൽഫുൾനെസ് വരുള്ളൂ. സെൽഫിഷ് വിൽഫുൾനെസ്സിലാണ് അവൻ എപ്പോഴും
ഇരിക്കുന്നത്. അതാണ് ആൽക്കഹോളിക്കിന്റെ ഹൃദയമുള്ള അല്ലെ കേന്ദ്രീകൃത പ്രോബ്ലം എന്ന് പറയുന്നത്. ടു ഇല്ലുസ്ട്രേറ്റ് ദ പോയിന്റ്. അപ്പം ഈ ഒരു പോയിന്റിനെ ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിൽസൺ ഓഫേഴ്സ് എ കളർഫുൾ അനലോഗി എന്ന് പറഞ്ഞാൽ ഒരു സാദൃശ്യം, ഒരു സാമ്യം തോന്നുന്ന രീതിയിൽ, ഒരു സമാനത തോന്നുന്ന ഒരു പെയിന്റിങ് എ ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദ ആക്ടർ ഹൂ വാണ്ട്സ് ടു റൺ ദ ഹോൾ ഷോ. നമുക്കറിയാം ആ ABC കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്ന ഈ നാടക നടനെ കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അതൊരു സമാനത, അതായത് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ മനസ്സിന്റെ സമാനതയും ഒരു സാദൃശ്യവും വരാൻ വേണ്ടിയാണ്. പെയിന്റിങ് എ ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദ ആക്ടർ ഹു വാണ്ട്സ് ടു റൺ ദ ഹോൾ ഷോ. അതായത് ഒരു നാടക നടനായിട്ടുള്ള ഒരാൾക്ക് മുഴുവൻ ഈ ഷോയും ഒറ്റയ്ക്ക് നടത്തണമെന്നുള്ള ആഗ്രഹക്കാരനാണ്. അതിനെപ്പറ്റിയാണ് ഒരു ഡീറ്റെയിൽഡ് പിക്ചർ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ മാൻ ഹൂ തിങ്സ് ഹീ ഈസ്. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇയാളാണ്, അവൻ എന്താണ് ചിന്തിക്കുന്നത്, ഓർ അറ്റ്ലീസ്റ്റ് തിങ്സ് ഹി ഷുഡ് ബി, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കണം. അങ്ങനെ ദ ഡയറക്ടർ, എല്ലാത്തിനും നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. ഹി ഈസ് സമ്മൺ ഹു സർട്ടൻലി ബിലീവ്സ് ഹി ഈസ് ഇൻ കൺട്രോൾ. അവൻ എപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവൻ കരുതുന്നത് അവനൊരു നിയന്ത്രണമുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ്. ഹി ഈസ് ഫോർ എവർ ട്രൈങ് ടു ഇപ്പം he is someone who certainly believes in control. He is forever trying to arrange things with the firm convictions that if he could only successfully do so, he would surely make his life and that of everyone around him just wonderful. അതായത് അവനാണ് അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്നും അപ്പോ അവൻ വിശ്വസിക്കുന്നത് അവൻ കൺട്രോൾ നിയന്ത്രണത്തിലാണെന്നും. ഹി ഈസ് ഫോർ എവർ ട്രൈങ് ടു അറേഞ്ച് തിങ്സ്, എല്ലാ കാര്യങ്ങളും അവൻ അറേഞ്ച് ചെയ്യും വിത്ത് ദ ഫേം കൺവിക്ഷൻ ദാറ്റ്, ഒരു പ്രത്യേക തോന്നലിലാണ്. ഇഫ് യു വുഡ് ഓൺലി സക്സസ്ഫുള്ളി ഡു സോ, അവൻ തന്നെ ചെയ്താലേ എല്ലാ കാര്യങ്ങളും കൃത്യമാവുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ വിജയം വരിക്കുകയുള്ളൂ എന്നൊരു ചിന്തയാണ്. ഹി വുഡ് ഷുവർലി മേക്ക് ഹിസ് ലൈഫ്, അവന്റെ ജീവിതം നന്നാക്കാൻ കഴിയും. ആൻഡ് ജസ്റ്റ് വാട്ട് എവരി വൺ അറൗണ്ട്, അവന്റെ മാത്രം ജീവിതമല്ല, ചുറ്റും നിൽക്കുന്നവരുടെ ജീവിതവും നന്നാക്കും. ജസ്റ്റ് വണ്ടർഫുൾ, മനോഹരമാക്കാൻ കഴിയുമെന്ന്. ബട്ട് വിൽസൺസ് ക്ലെയിം ദിസ് ഈസ് സോ റോങ് ഹെഡഡ് ദാറ്റ് ഇറ്റ് ഓൾമോസ്റ്റ് ലാഫബിൾ. അതായത് വിൽസൺ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ വിൽസൺ പറയാണ് ഇതൊരു തരത്തിൽ ചിരിക്കാവുന്ന രീതിയിലുള്ളതാണ്, അല്ലെ, ലാഫബിൾ ആണ്. അവൻ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ ഇതെല്ലാം നിയന്ത്രിക്കുകയും ഞാനെല്ലാം ശ്രമിക്കുകയും ഞാൻ ചെയ്താൽ മാത്രമേ ഇതെല്ലാം സക്സസ് ആവുള്ളൂ. എന്റെ മാത്രം ജീവിതമല്ല, ചുറ്റും നിൽക്കുന്നവരുടെയും എവരിവൺ അറൗണ്ട് ഹിം, അവന്റെ ചുറ്റും നിൽക്കുന്നവരുടെ ജീവിതം വണ്ടർഫുൾ ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ വിൽസൺ പിന്നെ പറയാണ്, ദിസ് ഈസ് സോ റോങ് ഹെഡഡ് ദാറ്റ് ഇറ്റ് ഓൾമോസ്റ്റ് ലാഫബിൾ. അതായത് ഒരു തെറ്റായ തലവാചകമാണ്, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നതാണ്. ദ ആക്ടർ ഹു ഇൻസിസ്റ്റ്, അദ്ദേഹത്തിന് ഒരു ഇൻസിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നിഷ്കർഷ അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുക. ഓൺ ബീയിങ് ദ ഡയറക്ടർ നെസസറിലി സ്ട്രഗിൾസ്, അവനൊരു സ്ട്രഗിൾ ചെയ്യണം, ഒരു ബലപരീക്ഷണം അഗൈൻസ്റ്റ് ഓൾ ദ അതർ വുഡ് ബി ഡയറക്ടേഴ്സ് ഇൻ ഹിസ് ലൈഫ്. അപ്പം അവന് കുറെ സ്ട്രഗിൾസ് ഉണ്ട്, ഒരു പോരാട്ട ശ്രമമുണ്ട്, അല്ലെങ്കിൽ ഒരു ഉദ്യമമുണ്ട്, അല്ലെങ്കിൽ അംഗം വെട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അഗെയിൻസ്റ്റ് ഓൾ ദ അതർ വുഡ് ബി ഡയറക്ടേഴ്സ് ഇൻ ഹിസ് ലൈഫ്, മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം തൻ്റെ രീതിയിൽ വരണമെന്നുള്ള ഒരു പോരാട്ട ശ്രമത്തിലാണ് ഇദ്ദേഹം. കോസിങ് എ ഹോസ്റ്റ് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൂട്ടം പ്രോബ്ലംസിന് ഇവൻ കൂട്ടിച്ചേർക്കും. റേഡിയേറ്റ് ഔട്ട് ദ അഫക്റ്റ് എവരി വൺ അറൗണ്ട് ഹിം. അത് റേഡിയേഷൻ, നമുക്കറിയാം റേഡിയേഷൻ എന്താണ്, ഒരു രശ്മിയാണ്, പ്രസരണം എല്ലായിടത്തേക്കും റേഡിയേറ്റ് ചെയ്ത് അവന്റെ ചുറ്റുമുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. അപ്പൊ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് അവന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവൻ സെൻട്രൽ റോള് കളിക്കുകയും എല്ലാം ഡയറക്റ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തന്നെയാണ് അവന്റെ ഹൃദയ കേന്ദ്രീകൃത പ്രശ്നം. അങ്ങനെയുള്ള ഒരാള് ഈ നാടക നടനോട് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പൊ ഇദ്ദേഹം ആയിരിക്കണം സെൻട്രൽ പാർട്ട്. എല്ലാവരും അപ്പൊ ഇയാള് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും തന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും ഡയറക്ടർ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഒക്കെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടം പ്രശ്നങ്ങൾ വന്ന് റേഡിയേറ്റ് ആവും, അവരുടെ ചുറ്റുമുള്ള ആളുകളെ റേഡിയേറ്റ് ചെയ്യും. ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് ചലഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്,
ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവിടെ ബിൽ വിൽസൺ എഴുതിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് ടു ബി ഫൗണ്ട് ഇൻ ദ ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. ബിൽ നോട്ട്സ് ദാറ്റ് ദ ആസ്പയറിംഗ് ഡയറക്ടേഴ്സ് ബേസിക് പ്രോബ്ലം, അതായത് ഏത് നാടകം നടത്തുന്ന ഡയറക്ടേഴ്സിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഹി ഈസ് എ വിക്ടിം ഓഫ് ദ ഡെലൂഷൻ. അവനൊരു വിക്ടിമാണ്, അല്ലെങ്കിൽ ഒരു വിഭ്രാന്തി, ഒരു മിഥ്യാഭ്രമത്തിന്റെ ഒരു ഡെലൂഷൻ എന്ന് പറഞ്ഞാല് ഒരു വിഭ്രാന്തി, victim of the delusion that he can wrest satisfaction and happiness out of the world if only he manages well. അപ്പോൾ അവന് ചുറ്റും നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഒരു കേന്ദ്രീകൃത കഥാപാത്രമായി കടന്നു ചെന്നുകൊണ്ട് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി അവനുണ്ടാവുകയും wrest satisfaction and happiness out of this world if he manages well. അത് ഇതെല്ലാം നിയന്ത്രിച്ച് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ അവന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയുള്ളൂ. ബട്ട് ദിസ് ഐഡിയ ദാറ്റ് മാനേജിങ് വെൽ വിൽ ലീഡ് ടു ഹാപ്പിനെസ്, അതായത് അവനത് മാനേജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവനെ സന്തോഷത്തിലേക്ക് കൊണ്ട് ഇസ് റിയലി ജസ്റ്റ് എ ക്രിപ്ലിംഗ്, ഒരു ജസ്റ്റ് എ ക്രിപ്ലിംഗ് ഡെലൂഷൻ. അതൊരു ഡെലൂഷനാണ്, അല്ലെങ്കിൽ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരു മനോഭിഭ്രാന്തിയാണ്. എല്ലാം ക്രിപ്ലിംഗ്, അതായത് തളർത്തി കളയും, അതായത് അശക്തമായിട്ട് നശിപ്പിക്കുകയും ചെയ്യും അവനെ. അതായത് ഹാപ്പിനെസ് എനിക്ക് കിട്ടണമെങ്കിൽ എല്ലാ കേന്ദ്ര കഥാപാത്രമായി ഞാൻ ഇവിടെ നിന്നാൽ മാത്രമാണ്. ഓൺ ദാറ്റ് മാസ്ക് ദ റിയാലിറ്റി ഓഫ് ദ ആൾക്കോൾ ഡീപ്പ് ആൻഡ് പെർവയസീവ് ഇഗോട്ടിസം. അപ്പം അഹങ്കാരികമായിട്ടുള്ള ഒരു 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 മാസ്ക് ആണത്. അത് അദ്ദേഹം വിചാരിക്കുന്നത് വളരെ ആഴത്തിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അടുത്തത് പറയണം, ഈ പറയുന്ന ഈ ഒരുപാട് റെസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്, അതായത് സംതൃപ്തിയും സന്തോഷവും പിടിച്ചു പറ്റാനും മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കും, എല്ലാം കറക്റ്റാക്കിയിട്ട് പോകുമ്പോൾ. അടുത്ത വാക്ക് പറയുന്നത് സെൽഫിഷ്നെസ്, സെൽഫ് സെന്റേർഡ്നെസ്, അതായത് വളരെ സ്വാർത്ഥനും അല്ലെങ്കിൽ അവനവന്റെ കാര്യം മാത്രം ഉള്ള നോക്കുന്നവണ്. അപ്പൊ ഈ അബിക്കുകിൽ പറയുന്നുണ്ട് സ്വാർത്ഥതയും സെൽഫിഷ്നെസ്, സെൽഫ് സെന്റേർഡ്നെസ്, അവനവന്റെ കാര്യം മാത്രം ശ്രദ്ധീകരിക്കുന്ന ഒരു രീതിയിലാണ്. ദാറ്റ് വി തിങ്ക്, അതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, ഈസ് ദ റൂട്ട് ഓഫ് അവർ ട്രബിൾസ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാന കാര്യം അതാണ്. ഡ്രൈവൺ ബൈ 100 ഫോംസ് ഓഫ് ഫിയർ, അതായത് അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, നൂറുകണക്കിന് ഫിയറിലേക്ക്, നൂറുകണക്കിനുള്ള ഫിയറിലേക്ക് നമ്മളെ കൊണ്ടുപോകും. 100 ഫോംസ് ഓഫ് ഫിയർ എന്ന് വെച്ചാൽ ഫിയർ, ഒരുപാട് നൂറുകണക്കിനുള്ള ഫിയറുകളുണ്ട്, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് വിൽസൺ അവിടെ ഉദ്ദേശിക്കുന്നത്. ഫിയർ, സെൽഫ് ഡെലൂഷൻ, സെൽഫ് സീക്കിങ്. നമുക്കറിയാം സെൽഫ് ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവനിൽ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവനവൻ മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഓക്കെ എന്ന് പറയുക, അങ്ങനെയുള്ള ഒരു സെൽഫ് ഡെലൂഷനിലേക്കും സെൽഫ് സീക്കിങ്ങിലേക്കും അവരെ എത്തിക്കുമെന്ന് വിൽസൺ പറയുകയാണ്. ആൻഡ് സെൽഫ് പിറ്റി, സ്വയം സഹതാപത്തിലേക്ക്, അവനോ ഞാൻ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായ ഒരാളാണ്, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവനെ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കും. അപ്പൊ അപ്പം ശരിക്കും പറഞ്ഞാൽ സെൽഫ് പിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മളൊരു എന്നെ കൊള്ളാം എന്നുള്ള ആ ധാരണയെ പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്യും ഇങ്ങനെയുള്ള ഒരു ആള്. വി സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ ഫെലോസ്. ടൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആളുകളുടെ കാലുകളിലേക്ക് കടന്നു ചെല്ലും, കാലുകൾ ചവിട്ടും. അപ്പൊ അവരെന്ത്, ടൂസ് ഓഫ് ആൽക്കഹോൾ, അവരെന്ത് തിരിച്ചടിക്കും. വി സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ ഫെലോസ്, നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കാലി ചവിട്ടും അവരെ, ആൻഡ് ദേ റീറ്റാലിയേറ്റ്, അവർ തിരിച്ചടിക്കും. സംടൈംസ് ദേ ഹർട്ട് അസ്, അവർ നമ്മളെ ഉപദ്രവിക്കും. സീമിംഗ്ലി വിത്തൗട്ട് പ്രൊവോക്കേഷൻ, ഒരു പ്രകോപനം കൂടാതെ, ഒരു പ്രേരണ കൂടാതെ, ഒരു കോപവും കൂടാതെ നമ്മൾ അവരുടെ കാലിൽ കയറി ചവിട്ടും, അപ്പൊ അവർ നമ്മളെ തിരിച്ചടിക്കും. അതുകൊണ്ട് വി സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ ഫെലോസ്. ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഡെലൂഷന്റെയും ഭയത്തിന്റെയും, എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, എൻ്റെ സാമ്പത്തികം പോകുമെന്നുള്ള ഭയം, ജോലി പോകുമെന്നുള്ള ഭയം, അങ്ങനെ 100 ഫോംസ് ഓഫ് ഫിയർ ഉണ്ട്.
അപ്പോൾ സെൽഫ് സീക്കിങ്ങും സെൽഫ് ഡെലൂഷനും ഫിയറും മൂലം സെൽഫ് പിറ്റിയൊക്കെ മൂലം നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കാലെ കയറി ചവിട്ടും, റിട്ടാലിയേറ്റ്, അവർ തിരിച്ചടിക്കും, അവർ പ്രതികാരം ചെയ്യും. സംടൈംസ് ദേ ഹർട്ട് അസ്. അപ്പൊ അവര് നമുക്ക് ഹാനി ഉണ്ടാക്കും, നമുക്ക് മുറിവുണ്ടാക്കും, പകരം വീട്ടും, പ്രതികാരദായിയായിട്ട് മാറും. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് നമ്മൾ അതിനകത്തേക്ക് ഡ്രൈവൺ ചെയ്യുന്നത്? ഈ പറയുന്ന സെൽഫ് എൻ്റെ സ്വാർത്ഥതയും അവനവനിലെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോഴാണ് അയാള് ഈ 100 ഫോംസ് ഓഫ് ഫിയറിലേക്കും സെൽഫ് ഡെലൂഷനിലേക്കും സെൽഫ് സീക്കിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് അതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ കാലെ കയറി ചവിട്ടും. കാലെ കയറി മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കും, അവര് തിരിച്ചടിക്കും, റിറ്റാലിയേറ്റ്, അവർ തിരിച്ചടിക്കും, നമുക്ക് പ്രതികാരം ചെയ്യും, നമ്മളോട് അത് പകരം വീട്ടും. അവർ നമ്മളെ ഹർട്ടസ് സെയിമിങ്ങലി വിത്തൗട്ട് പ്രൊവോക്കേഷൻ, ഒരു പ്രൊവോക്കേഷനും കൂടാതെ, അല്ലെങ്കിൽ ഒരു പ്രകോപനവും കൂടാതെ നമ്മൾ തന്നെ ഓർക്കും, എന്തുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങനെ പ്രേരിപ്പിക്കുക, ഇങ്ങനെ പെരുമാറുന്നത്, കോപിഷ്ടമായിട്ട് വർത്താനം പറയുന്നത്. ബട്ട് വി ഇൻവയറബിളി ഫൈൻഡ് ദാറ്റ് അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് വി ഹാവ് മേഡ് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ സെൽഫ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകണേ, എന്താണ് അവര് നമ്മളെ ഇതുപോലെ പ്രതികരിക്കാനുള്ള കാരണം. ഒരു പ്രകോപനവും നമ്മൾ ഒരു പ്രതികരണം ഇല്ലാതെ അവരിങ്ങനെ നമ്മളോട് ഒരു കോപിക്കുന്നതിന്റെ കാരണം എന്താണ്? അപ്പോഴാണ് നമ്മളൊന്ന് തിരിച്ചറിയുന്നത്, എപ്പോഴോ. ബട്ട് വി ഇൻവേറബിളി ഫൈൻഡ്, വളരെ ഒരു കാര്യം തിരിച്ചറിയും. എന്താണ്? ദാറ്റ് വി സം ടൈംസ് ഇൻ ദ പാസ്റ്റ്, ഏതോ ഒരു ഭൂതകാലത്ത് വി ഹാവ് മേഡ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ സെൽഫ്, നമ്മളുടെ സ്വാർത്ഥപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, വിച്ച് ലേറ്റർ പ്ലേസ് യു ആസ് ഇൻ എ പൊസിഷൻ ടു ബി ഹർട്ട്. അവിടെ അപ്പൊ അന്നെടുത്ത തീരുമാനം എന്താണ്? സെൽഫില്, സ്വാർത്ഥതയിൽ ബേസ്ഡ്. അതിന് പകരം നമുക്ക് എന്താണ് കിട്ടിയത്? പ്ലേസ്ഡ് ആസ് ഇൻ എ പൊസിഷൻ ടു ബി ഹർട്ട്. നമുക്ക് ഇതുപോലെ തന്നെ വേദന കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു അവസ്ഥയുടെ ഉള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ വന്നു. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാനുള്ള കാരണം? ഫിയർ ആണ്, ഭയങ്കര പേടി, ഭയങ്കരമായിട്ട് ഭീതി, പിന്നെ തൻ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥപരമായ കാര്യങ്ങൾ, സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നുള്ള രീതിയിലുള്ള സെൽഫ് ഡെലൂഷനും സെൽഫ് സീക്കിങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സെൽഫ് പിറ്റി, സ്വയം സഹതാപം, ഇതെല്ലാം കൂടിയാണ് നമ്മൾ മറ്റുള്ളവരുടെ മേത്തേക്ക് കയറിയത്. പിന്നീട് അവർ നമ്മളെ തിരിച്ചടിച്ചു. അങ്ങനെയുള്ള നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. നമ്മുടെ ഈ പറയുന്ന സെൽഫിഷ്നെസ്, സെൽഫ് സെന്റേർഡ്നെസ് എന്ന് പറയുന്ന ഈ ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം, 12 പടികളുടെ താഴെയുള്ള പാരഗ്രാഫുകളാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അവർ ട്രബിൾസ് വി തിങ്ക്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുക ആർ ബേസിക്കലി ഓഫ് അവർ ഓൺ മേക്കിംഗ്, നമ്മുടെ സ്വന്തം മേക്കിംഗ് ആണ്. നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നത്. ദേ എറൈസ്, അത് എങ്ങനെയാണ് ഉദിച്ചു വന്നത്? എറൈസ് എന്ന് വെച്ചാൽ ഉദിച്ചു വന്നത്. എങ്ങനെയാണ് ഉയർന്നു വന്നത്? ഔട്ട് ഓഫ് അവർ സെൽഫ്സ്, നമ്മളിൽ നിന്ന് തന്നെയാണ്. ആൻഡ് ദ ആൽക്കോഹോൾ ഈസ് ഓൾമോസ്റ്റ് ദ മോസ്റ്റ് എക്സ്ട്രീം എക്സാമ്പിൾ ദാറ്റ് വുഡ് ബി ഫൗണ്ട് ഓഫ് സെൽഫ് വിൽ റൺ റൈറ്റ്. അതായത് ഈ മദ്യാസക്തൻ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന സെൽഫ് വില്ലിന്റെ ഒരു റൈറ്റ്, അല്ലെങ്കിൽ ഒരു ലഹള നടത്തുന്ന ഒരാളാണ്. അവനവന്റെ കാര്യം, സെൽഫ് വിൽ, അവനവൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുക, അവനവന് തോന്നുന്ന കാര്യം പറയുക, അവനവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അവനവൻ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ ചെയ്യണമെന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഉള്ള ഒരു സെൽഫ് വില്ലാണ്. മൊത്തത്തിൽ അവനവന്റെ തന്നെ സ്വാർത്ഥപരമായ ചിന്തകൾ. അങ്ങനെ ഫൗണ്ട് സെൽഫ് വിൽ റൺ റൈറ്റ് ദോ ഹി യൂഷ്വലി ഡസൻ തിങ്ക് സോ. അവൻ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിലും അങ്ങനെയാണ് അത്. അബോവ് എവറിഥിങ്, ഇതിനെല്ലാം വി ആൽക്കോളിസ്റ്റ് മസ്റ്റ് ബി റൈഡ് ഓഫ് ദിസ് സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കണം. വി മസ്റ്റ് ഓർ ഇറ്റ് കിൽസ് അസ്. അപ്പം അല്ലെങ്കിൽ നമ്മളിത് കൊല്ലും. എന്താണ് ഈ പറയുന്ന സെൽഫിഷ്നെസ് നമ്മളിൽ നിന്ന് അകറ്റിക്കളയാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇത് നമ്മളെ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു മരണാഘാതം, അല്ലെങ്കിൽ നമ്മളൊരു ഇരയായി മാറും എന്നുള്ളതാണ് പറയാ. അപ്പം സെൽഫിഷ്നെസ് ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ, ആൽക്കഹോളിക്കിന്റെ പ്രശ്നത്തിനുള്ള ഒരു കാരണം. അടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ, അപ്പം ഈ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉയർന്നു വരാനുള്ള ഏറ്റവും ബേസിക് കാര്യങ്ങളെല്ലാം ഇതാണെന്ന് ആ 2-3 പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് വേണം. വിത്ത് ദ പ്രോബ്ലംസ് സോ ക്ലിയർലി ഡിഫൈൻഡ്,
അപ്പൊ പ്രശ്നത്തെ കൃത്യമായിട്ട് അദ്ദേഹം വിവരിച്ചു. പ്രത്യേകിച്ച് ഒരു നാടക നടന്റെ സ്റ്റേജ് ഷോയിലെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലെ. എല്ലാ ലൈറ്റുകളും ഇതെല്ലാം കൃത്യമാണെങ്കിൽ ഞാനിവിടെ നന്നായി പെരുമാറും, നന്നായി കാര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ അതെല്ലാം വ്യക്തമായിട്ട് വിവരിച്ചതിന് ശേഷം ബിൽ മൂവ്സ് ഓൺ ദ സൊല്യൂഷൻ. പിന്നീട് അദ്ദേഹം പരിഹാരത്തിലേക്ക് പോകണം. ടെല്ലിംഗ് ദ ആൽക്കോഹോളിക്, അത് ആൽക്കോഹോളിക്കിനോട് പറയുന്നത് ദാറ്റ് ദ മസ്റ്റ് ടേൺ. അപ്പം മസ്റ്റ് ടേൺ, തീർച്ചയായും തിരിച്ചു വിടണം. എന്താണ്? അല്ലെങ്കിൽ ഒരു ഗതിമാറ്റം വരുത്തണം, ഒരു ദിശാമാറ്റം വരുത്തണം. ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ വളയണം. ഒരു 90 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും വളഞ്ഞിട്ടില്ല, പക്ഷെ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിയുക, നേരെ തിരിഞ്ഞ് ഒരു ഗതിമാറ്റം, ഒരു വഴിത്തിരിവ് നടത്തിയതിന് ശേഷം നമ്മൾ പറയില്ല ടേൺ എന്ന് പറയുമ്പോൾ ഒരു വളവിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് പോകണമെങ്കിൽ ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പൊ ഇതുവരെയും സെൽഫിഷ്നെസ്സും സെൽഫ് സെന്റേർനെസ്സും സെൽഫ് സീക്കിങ്ങുമായിട്ട് ഡയറക്റ്റ് പോയിക്കൊണ്ടിരുന്ന, നേരെ ദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മളോട് പെട്ടെന്ന് അദ്ദേഹം പറയാണ് വി മസ്റ്റ് ടേൺ, നിങ്ങൾ തിരിച്ചു വിടുക, നിങ്ങൾ തിരിയുക, 180 ഡിഗ്രി തിരിയുക. ഹിസ് ലൈഫ് ആൻഡ് ഹിസ് വിൽ ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ്. നമ്മൾ ഈ പറയുന്ന ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മളുടെ ഈ വാഞ്ചനകളെയെല്ലാം ദൈവത്തിന്റെ ശ്രദ്ധയിലേക്കും നിർദ്ദേശങ്ങളൊക്കെ വിടുക. ഹൂ ഈസ് ദ ട്രൂ ഡയറക്ടർ. അദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ഡയറക്ടർ. ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവമാണ് എൻ്റെ ഡയറക്ടർ എന്ന് നമ്മളവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായി ക്വിറ്റ് പ്ലേയിങ് ഗോഡ് യുവർ സെൽഫ്. അതായത് ദൈവം കളിക്കുന്ന ഏർപ്പാട്, ആ ജോലി നമ്മൾ അങ്ങ് നിർത്തി. കാരണം ഇതുവരെയും ഈ പറയുന്ന സെൽഫ് വില്ലൊക്കെ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവം കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ദൈവം എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ക്വിറ്റ് പ്ലേയിങ് ഗോഡ്. ദൈവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവം കളിക്കുന്ന പരിപാടി നിർത്തുക, അല്ലെങ്കിൽ ആ ജോലി നിർത്തുക. ദൈവത്തിന്റെ ജോലി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതാണ് ക്വിറ്റ് പ്ലേയിങ് ഗോഡ്. ദൈവം കളിക്കുന്ന ഏർപ്പാട്, ദൈവം കളിക്കുന്ന ഏർപ്പാട്, ദൈവം കളിക്കുന്ന ഏർപ്പാട്, ഞാൻ ദൈവമായിട്ട് കളിക്കുന്ന ഒരു ഏർപ്പാട് വേണ്ട എന്നുള്ളതാണ്. അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് വേറൊരു രീതിയിൽ എഴുതിയേക്കണമെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഇറ്റ് ഡസൻ വർക്ക്. അത് കാരണം എന്താണ്? അതിനൊരു കാരണമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല. നെക്സ്റ്റ്, അടുത്തത് എന്താണ്? ഡിസൈഡ് ദാറ്റ് ദെയർ ആഫ്റ്റർ ഇൻ ദിസ് ഡ്രാമ ഓഫ് ലൈഫ്, അതായത് ഹിയർ ആഫ്റ്റർ ഇൻ ദിസ് ഡ്രാമ ഓഫ് ലൈഫ്, ഈ ജീവിത നാടകത്തിൽ, അല്ലെങ്കിൽ ഈ ജീവിത നാടകത്തിൽ ഗോഡ് ഈസ് ഗോയിങ് ടു ബി യുവർ ഡയറക്ടർ. നിങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കണം. ഹീ ഈസ് ദ പ്രിൻസിപ്പൾ, അദ്ദേഹമായിരിക്കണം പ്രിൻസിപ്പൾ. എന്ന് വെച്ചാൽ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ തലവൻ, അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ്, നമ്മുടെ പ്രമുഖനായിട്ടുള്ള ഒരാള്, അദ്ദേഹമാണ് പ്രിൻസിപ്പൾ. അതാരാണ്? ദൈവം. ഡയറക്ടർ എന്ന് പറഞ്ഞാല് സ്ഥാപകൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യം നിർവഹിക്കുന്ന ഒരാള്, ഒരു ഭരണാധികാരി എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഡയറക്ടർ. അപ്പോൾ ഡയറക്ടർ, പ്രിൻസിപ്പൽ, വി ആർ ടു ബി ഹിസ് ഏജന്റ്. ഏജന്റ് എന്ന് വെച്ചാൽ ഒരു പ്രതിനിധി, ഏജന്റ്. നമുക്ക് ഇൻഷുറൻസ് ഏജന്റ്, ഒരു പ്രതിനിധി, അല്ലെങ്കിൽ ഒരു വ്യാപാരം നടത്തുന്നതിലുള്ള ഒരു ആള്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഏജന്റ്. ഹി ഈസ് ദ ഫാദർ. ആരാണ്? പിതാവ്, അച്ഛൻ. കാരണഭൂതൻ, ജനയിതാവ് എന്നൊക്കെ വിളിക്കുന്നതാണ്. കാരണഭൂതൻ എന്നൊക്കെ പറയുന്നതാണ് ഫാദർ, അല്ലെ? അപ്പൊ അച്ഛൻ. അപ്പൊ 4 വാക്കുകളാണ്: ഡയറക്ടർ, പ്രിൻസിപ്പൽ, ഫാദർ. സോറി, 3 വാക്കുകൾ: ഡയറക്ടർ, പ്രിൻസിപ്പൽ, ഫാദർ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സ്ഥാപകൻ, എന്നെ എന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരാള്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ, എൻ്റെ ഭരണകർത്താവ്, പ്രമുഖനായ ഒരാൾ എന്നർത്ഥത്തിലാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം സ്വീകരിക്കുന്ന ഒരാൾ. ഹി ഈസ് ദ ഫാദർ ആൻഡ് ഹിസ് ചൈൽഡ്. അദ്ദേഹം അച്ഛനാണ്. ആൻഡ് യു ആർ ഹിസ് ചൈൽഡ്, നമ്മൾ അവന്റെ ഒരു ചൈൽഡുമാണ്. ഗെറ്റ് ദാറ്റ് സിമ്പിൾ റിലേഷൻഷിപ്പ് സ്ട്രൈറ്റ്. ഇത്രേ ഉള്ളൂ. അവനുമായിട്ടുള്ള ബന്ധം നേരെയാക്കുക. മോസ്റ്റ് ഗുഡ് ഐഡിയാസ് ആർ സിമ്പിൾ. അപ്പൊ എല്ലാ ആശയങ്ങളും ലളിതമാണ്. ആൻഡ് ദിസ് കൺസെപ്റ്റ് ഈസ് ടു ബി ദ കീ സ്റ്റോൺ ഓഫ് ദ ന്യൂ ആൻഡ് ട്രിംബഡ് ആർച്ച് ത്രൂ വിച്ച് യു വിൽ പാസ് ടു ഫ്രീഡം. അപ്പൊ നമുക്കറിയാം, ഈ പടികളെല്ലാം പറയുമ്പോഴെല്ലാം ബിൽ വിൽസൺ ഉദ്ദേശിക്കുന്ന ഒരു കമാനം പറയുന്നതിനെ, ഒരു കമാനം പാടുന്നതിന് പിന്നെ ട്രംബന്റ് ആർച്ച് എന്നാണ്. ട്രിംബന്റ് ആർച്ച്. അപ്പൊ ഒരു ഒരു കമാനമാണ്. അപ്പൊ ആ ആർച്ചിലേക്ക് ത്രൂ വിച്ച് യു വിൽ പാസ് ടു ഫ്രീഡം, ഫ്രീഡത്തിലേക്ക്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുന്ന കീ സ്റ്റോൺ ഓഫ് ദ ന്യൂ ആൻഡ്. അപ്പൊ ഇത്
മോസ്റ്റ് ഗുഡ് ഐഡിയാസ് ആൻഡ് സിമ്പിൾ. എല്ലാ ആശയങ്ങളും ലളിതമാണ്. ദിസ് കൺസെപ്റ്റ്, ഈ സങ്കല്പം, ഇസ് ടു ബി ദ കീ സ്റ്റോൺ ഓഫ് ദ ന്യൂ ആൻഡ് ട്രംപറ്റ് ആർച്ച് ത്രൂ വിച്ച് യു വിൽ പാസ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കണമെങ്കിലുള്ള കീ സ്റ്റോൺ ആണിത്. കീ സ്റ്റോൺ എന്താണ്? മൂലക്കല്ല്. നമുക്കറിയാം ഫൗണ്ടേഷൻ സ്റ്റോൺ പറയുന്നുണ്ട് 1-ാം പടി. കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 3-ാം പടിയാണ്. പിന്നെ അത് കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ാം പടി. മൂലക്കല്ല്, ആണിക്കല്ല്, കീ സ്റ്റോൺ, ആണിക്കല്ല്, കോർണർ സ്റ്റോൺ, മൂലക്കല്ല്. എനിക്ക് എപ്പോഴും മാറിപ്പോകും. അപ്പൊ ഈ കോർണർ സ്റ്റോൺ ആണ് 2-ാം പടി. അപ്പൊ 2-ാം പടിയിലുള്ള കോർണർ സ്റ്റോണും കീ സ്റ്റോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മൂലക്കല്ലായിട്ടുള്ള 3-ാം പടിയും ഫസ്റ്റ് സ്റ്റെപ്പ്, അതാണ് 1-ാം പടി, ഫൗണ്ടേഷൻ സ്റ്റോൺ. നമ്മൾ ഈ ആർച്ച് നോക്കുവാണെങ്കിൽ ഒരു ആർച്ചിന്റെ അടിയിൽ 1-ാം പടി ഇട്ടിരിക്കുന്നു. അതിന്റെ ഒരു മൂലയിലായിട്ട് കോർണർ സ്റ്റോൺ ഉണ്ട്. 2 കമാനങ്ങൾ കൂടി കൂട്ടി യോജിപ്പിച്ചേക്കുന്നതിന് നമ്മൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നു. കാരണം സ്റ്റെപ്പ് 3-ലാണ് ഈ 12 പടികളെല്ലാം കൂടി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നടിച്ചു നോക്കിയത് ആൽക്കോളിസ് അനോണിമസ് ട്രംപൻ, TRIUMPAHANT, ട്രംപൻ ആർച്ച്, അല്ലെങ്കിൽ ആർച്ച് നടിച്ചാലും നമുക്ക് ഗൂഗിളിൽ കിട്ടും. ഓക്കെ, അതെന്താണ്? ഫ്രീഡത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഫ്രീഡത്തിലേക്ക് നമ്മളെ കൊണ്ട്. ബിൽ പ്രോമിസ് ദ റീഡർ. പിന്നീട് ബിൽ പ്രോമിസ് ചെയ്യാണ്. എന്താണ്? ഈ റീഡറിനോട് പ്രോമിസ് ചെയ്യാണ്. യു സിൻസിയർലി ടേക്ക് സച്ച് എ പൊസിഷൻ. അത്തരത്തിലുള്ള ഒരു പൊസിഷൻ നീ എടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് നീ ശ്രമിക്കുകയാണ്. ഓൾ സോർട്സ് ഓഫ് റിമാർക്കബിൾ തിങ്സ് ഫോളോ. നിന്റെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കടന്നു വരും. ആൻഡ് ആഫ്റ്റർ enumerating എന്ന് വെച്ചാൽ എണ്ണുക, സെവറൽ ഓഫ് ദിസ് പോസിറ്റീവ് കോൺസിക്വൻസസ്, അതായത് നമുക്ക് അനന്തരഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചുണ്ടാക്കും. അപ്പൊ സെവറൽ ഓഫ് ദിസ് പോസിറ്റീവ് കോൺസിക്വൻസ് ഹി ക്ലെയിം. അപ്പൊ ഒരുപാട് നമുക്ക് എണ്ണിക്കൂട്ടാവുന്ന അല്ലെങ്കിൽ കണക്ക് കൂട്ടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളും മാറ്റങ്ങളും റിമാർക്കബിൾ തിങ്സ് ഫോളോ എന്നാണ്. നമ്മളുടെ പുറകെ വരും അല്ലെ. ജോലി നഷ്ടപ്പെട്ടവന് ജോലി വരും, മനസമാധാനം നഷ്ടപ്പെട്ടവന് മനസമാധാനം കിട്ടും. നമ്മൾ ഈ പടികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മദ്യപാന കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ നിന്ന് കളർ ടിവിയിൽ നോക്കണ പോലെയാണ്. കുടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു കളർ ടി വി കാണുന്ന പോലെയാണ്. വളരെ എല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റും. ഒരു പ്രതിസന്ധിയിലും നമ്മൾ മാറി നിൽക്കുകയില്ല. അപ്പം ഓൾ സോർട്സ് ഓഫ് റിമാർക്കബിൾ തിങ്സ് ഫോളോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. യു സിൻസിയർലി ടേക്ക് എ സച്ച് എ പൊസിഷൻ. അതായത് എൻ്റെ ഡയറക്ടർ ദൈവമാണ്, എൻ്റെ പ്രിൻസിപ്പിൾ ദൈവമാണ്, എൻ്റെ ഫാദർ ദൈവമാണ്. അന്ന് നമ്മൾ അപ്പൊ ഞാൻ ഒരുപാട് ആ ഡയറക്ടർ, പ്രിൻസിപ്പിൾ, ഫാദർ എന്നുള്ള 3 വാക്കിന് ഞാൻ ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞു. സ്ഥാപകൻ, കാര്യനിർവാഹകൻ, പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ആള്, എൻ്റെ തലവൻ, എൻ്റെ ഭരണാർത്ഥാവ്, എൻ്റെ അച്ഛൻ, ജനയിതാവ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന ഒരുപാട് റിമാർക്കബിൾ തിങ്സ് ഫോളോ. ആൻഡ് ആഫ്റ്റർ എന്യൂമറേറ്റിംഗ്, എണ്ണപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എണ്ണിക്കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവ് കോൺസിക്വൻസസ്, ഇതിന്റെ അനന്തര ഫലമായിട്ട് നമുക്കൊരു പട്ടിക തന്നെ ഉണ്ടാകുന്നുണ്ട്. ഹി ക്ലെയിംസ്, പിന്നീട് അദ്ദേഹം പറയാണ്, ദാറ്റ് എനി മാൻ ഹൂ ടേൺസ് ഹിസ് വിൽ, ഏതൊരു മനുഷ്യനും അവന്റെ വില്ല് തിരിച്ചുവിടുക, ആൻഡ് ഹിസ് ലൈഫ്, അവന്റെ ജീവിതം തിരിച്ചുവിടുക, ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ്, ദൈവത്തിലേക്ക് തിരിച്ചുവിടുക, വിൽ സൂൺ ബി ഏബിൾ ടു ലൈഫ് സക്സസ്ഫുള്ളി. അപ്പൊ ജീവിതം വിജയകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് അവൻ ആസ് യു ബിക്കം കോൺഷ്യസ് ഓഫ് ഹിസ് പ്രസൻസ്. അതപ്പോ അവന്റെ പ്രസൻസിനെ, ബോധമുള്ള, കോൺഷ്യസ് ഓഫ് ഹിസ് പ്രസൻസ് എന്ന് വെച്ചാൽ ഒരു ബോധമുള്ള, അല്ലെങ്കിൽ ഒരു സ്വയംബോധമുള്ള, അല്ലെങ്കിൽ ജാഗ്രതയുള്ള ഒരാളായിരിക്കണം അവന്റെ പ്രസൻസിനെ. യു ബിഗിൻ ടു ലോസ് യുവർ ഫിയർ ഓഫ് ടുഡേ. അപ്പൊ എന്താണ് സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഗോഡിനെ ഫാദറായി, എന്റെ ഡയറക്ടറായി, ഡയറക്ടർ, ഫാദർ, പിന്നെന്താണ്, പ്രിൻസിപ്പൾ, ഈ 3 കാര്യം കൂടി സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് പറയാണ്. യു ബിഗിൻ ടു ലോസ് യുവർ ഫിയർ ഓഫ് ടുഡേ, ടുമോറോ ഓർ ദ ഹിയർ ആഫ്റ്റർ. അതായത് ഇന്നിനെ കുറിച്ചോ നാളെയെ കുറിച്ചോ ഇതിന് ശേഷം എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ പറ്റാമെന്ന് അതിനെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ നിന്ന് വിട്ടകലും. യു വിൽ ഹാവ് ബീൻ റീബോൺ. റീബോൺ എന്ന് നമുക്കറിയാം, പുനർജനിക്കുക, പുതിയതായി വരിക, അല്ലെങ്കിൽ പരിഷ്കരിക്കുക,
അല്ലെങ്കിൽ റീബോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പോയിട്ട് വീണ്ടും ജനിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളൊരു പരിഷ്കരണം, അല്ലെങ്കിൽ പുനർജനം, അല്ലെങ്കിൽ പുതിയതായി ഒരു വീര്യം വർദ്ധിപ്പിച്ച അവസ്ഥയിലേക്ക് പഴയ ആള് തന്നെയാണ്. പക്ഷെ പിന്നീട് നമ്മൾ വരുന്നത് ഇങ്ങനെ ഒരു ആശയം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു വീര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, ഒരു പരിഷ്കരിച്ച രീതിയിൽ നമ്മൾ വരുന്നു. But what do you actually have to do? Turn your life over to the care and direction of God. അപ്പോൾ പിന്നീട് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ആക്ച്വലി ഹാവ് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതവും നിങ്ങൾ ഈ പറയുന്ന ഇച്ഛകളോ ഒക്കെ ദൈവത്തിന്റെ ശ്രദ്ധയിലേക്കോ അല്ലെങ്കിൽ താല്പര്യത്തിലേക്കോ വിട്ടുകൊടുക്കാൻ, നിർദ്ദേശങ്ങളിലേക്കോ വിട്ടുകൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിൽസൺ ആൻസേഴ്സ് ദാറ്റ് ക്വസ്റ്റ്യൻ. വിൽസൺ വീണ്ടും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ബൈ ഓഫറിങ് സം വെരി കോൺക്രീറ്റ് ഇൻസ്ട്രക്ഷൻ. അതായത് അതിനുശേഷം ചില കോൺക്രീറ്റ് ഇൻസ്ട്രക്ഷനിലൂടെ അദ്ദേഹം പറയാണ് എന്താണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ഉറപ്പുള്ള അല്ലെങ്കിൽ നിശ്ചയമുള്ള അതായത് റീബോൺ, നമ്മൾ മൂന്നാം പടിയിൽ റീബോൺ ആണ്, പുനഃസൃഷ്ടിക്കപ്പെടുന്ന ആ കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയണം. കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഗെറ്റ് ഡൗൺ അപ്പോൺ യുവർ നീസ്. അപ്പൊ ഇത് മൾട്ടിലിപ്ത് കോപ്പിയിൽ, അതായത് അതിനകത്ത് ബിഗ് ബുക്ക് അടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കോപ്പിയിൽ വന്നിട്ടുള്ള, നിങ്ങൾ മുട്ടിൽമേൽ നിൽക്കുക ആൻഡ് സേ ടു യുവർ മേക്കർ, നിങ്ങളെ സൃഷ്ടിച്ചവനോട് പറയുക, ആസ് യു അണ്ടർസ്റ്റുഡ് ഹിം, നിങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്, ഗോഡ്, ഐ ഓഫർ മൈസെൽഫ് ടു ദി, ഞാൻ അങ്ങൾക്ക് തരുന്നു, ടു ബിൽഡ് വിത്ത് മീ, എന്നിൽ പണിയുക, ആൻഡ് ടു ഡു വിത്ത് മീ, എന്നിൽ ചെയ്യുക, ആസ് ദോ വിൽഡ്, എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറ്റുക. റിലീവ് മീ ഓഫ് ദ ബോണ്ടേജ് ഓഫ് സെൽഫ്, എന്റെ സെൽഫിഷ്നെസ്സിൽ നിന്ന്, ആ സ്വാർത്ഥതയുടെ കെട്ടുപാടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാറ്റ് ഐ മേ ബെറ്റർ ഡു ദ വിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ കാര്യം, നിന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കുള്ളൂ. അതായത് സ്വാർത്ഥതയുടെ കെട്ടുപാടുകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചാൽ മാത്രമേ നിന്റെ ആഗ്രഹം എന്നിൽ പ്രവർത്തിക്കുകയുള്ളൂ. ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ്, എന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക. ദാറ്റ് വിക്ടറി ഓവർ ദം, ഞാൻ അതിൽ വിജയിക്കട്ടെ. മൈ ബിയർ വിറ്റ്നസ് ടു ദോസ് ഐ വുഡ് ഹെൽപ്പ് ഓഫ് ദൈ പവർ, അങ്ങയുടെ ആ ശക്തി എനിക്ക് കിട്ടിയതിനു ശേഷം ഞാൻ സഹായഹസ്തനായി ശക്തിയോടുകൂടി പോകട്ടെ. ദ ലവ്, ദ പവർ, അങ്ങയുടെ ശക്തി, ദ ലവ്, അങ്ങയുടെ സ്നേഹം, ആൻഡ് ദ വേ ഓഫ് ലൈഫ്, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാർഗം. THY എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. മേ ഐ ഡു ദ വിൽ ഓൾവേസ്, നിങ്ങളുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം എപ്പോഴും നിറവേറട്ടെ. നമ്മൾ ദൈവത്തിന് അങ്ങനെയാണല്ലോ വിളിക്കുന്നത്, അങ്ങയുടെ എന്നുള്ളതാണ്. അപ്പൊ THY അങ്ങയുടെ. അപ്പം നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. പിന്നീട് ബിൽ വിൽസൺ അവിടെ നമുക്കറിയാം, അതിന്റെ പേര് മൂന്നാം പടി പ്രാർത്ഥന അവിടെ നമ്മൾ കാണുന്നുണ്ട്. ബിൽ ഇമ്മീഡിയറ്റ്ലി എംബസൈസ് ദ ഓപ്പൺ, വീണ്ടും അദ്ദേഹം തുറന്ന ഒരു ഇതിൽ പറയാണ്, നോൺ ഡിനോമിനേഷണൽ ഫ്രീഡം ദ റീഡർ ഹാസ് റിഗാർഡിംഗ് ദിസ് പെയർ. അപ്പം ഒരു പ്രത്യേക സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വർഗത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ പ്രാർത്ഥനയായിട്ടല്ല എന്ന് ബിൽ ഇമ്മീഡിയറ്റ്ലി പറയാണ്. ഈ പ്രാർത്ഥന എഴുതിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? പറയണത് റീഡർ ഹാസ് റിഗാർഡിംഗ് ദിസ് പെയർ എക്സ്പ്ലിസിറ്റി, വിശദീകരിക്കുക. നോട്ടിംഗ് ദാറ്റ് ദ വേർഡിംഗ് ഈസ് ക്വയറ്റ് ഓപ്ഷണൽ സോ ലോങ് ആസ് യു എക്സ്പ്രസ് ദ ഐഡിയ. അതായത് ഈ പറയുന്ന വാക്കുകളെല്ലാം വളരെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. സോ ലോങ് ആസ് യു എക്സ്പ്രസ് ദ ഐഡിയ, എന്തിരുന്നാൽ തന്നെയും ഈ ഒരു ആശയം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ. ഓഫ് യുവർ കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്, അത് ദൈവത്തിന്റെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ആൻഡ് ദെൻ സേ ദ പ്രയർ വിത്തൗട്ട് റിസർവേഷൻസ്, അതായത് യാതൊരു വിധ പ്രത്യേക സമുദായത്തിന്റെയോ ഒരു പ്രത്യേക വർഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പ്രയർ അല്ല എന്നങ്ങ് പറയാം. ബേക്കപ്പ് എനി പ്രയർ യു ലൈക്ക്. അതിനുശേഷം അദ്ദേഹം അവിടെ എഴുതുവാണ്, നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഹി സൈസ്, അയാൾ പറയുന്നു, ജസ്റ്റ് സോ ലോങ് ആസ് ഇറ്റ് റിഫ്ലക്ട്സ് ദ എസെൻഷ്യൽ ഐഡിയ ഓഫ് യുവർ സിൻസിയർ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്. അപ്പം സറണ്ടർ, പൂർണ്ണമായിട്ടും സിൻസിയർ ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ സറണ്ടറുകൾ, സിമിലർ ടു വാട്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ അവർ സജസ്റ്റഡ് പ്രേയേഴ്സ്. അപ്പം ഇതാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് അഭിപ്രായം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയർ, സജസ്റ്റഡ് ആണ്. അപ്പോൾ ഈ പ്രയർ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇത് സജസ്റ്റഡ് ആണ്, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രയറായിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേകം സമുദായത്തിന്റെ പ്രയറായിട്ടോ ഒരു പ്രത്യേക വർഗത്തിന്റെ പ്രയറായിട്ടോ നിങ്ങൾക്ക് അത് വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചാപ്റ്ററിൽ പറയുന്നത്. അടുത്ത ഭാഗം പറയുന്നത് പേഴ്സണൽ ഇൻവെന്ററി ആണ്. അത് നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാൻ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട്.
എന്ന് ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ട് നിർത്താം. അടുത്തത് പേഴ്സണൽ ഇൻവെന്ററി അടുത്ത ആഴ്ച സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു ഷിബു ചേട്ടാ, താങ്ക് യു വെരി മച്ച്.